സ്റ്റഡി ഓഫ് മാറ്റർ അല്ലെ, പദാർത്ഥത്തെ കുറിച്ചുള്ള പഠനം. പദാർത്ഥത്തെ കുറിച്ചുള്ള വെറും പഠനമല്ല, പദാർത്ഥത്തിന്റെ കോമ്പോസിഷൻ, സ്ട്രക്ചർ, അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, ചേഞ്ചസ്, ഇത്തരം കാര്യങ്ങളെല്ലാം, മാറ്ററിന്റെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം പഠിക്കുന്ന ശാസ്ത്രത്തിന്റെ പഠനശാഖ, സയൻസിന്റെ എന്താ പറയാ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കെമിസ്ട്രി എന്താണ് എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ നോക്കി വെക്കുക, മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് പതിയെ എന്ത് ചെയ്യാം, നമുക്ക് പതിയെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കി തുടങ്ങാം. അപ്പോ ഫസ്റ്റ് നമുക്ക് നോക്കാം, രസതന്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് കെമിസ്ട്രി ആരാണ്? ഫാദർ ഓഫ് കെമിസ്ട്രി ആരായിരുന്നു? റോബർട്ട് ബോയിൽ ആണ് അല്ലെ. റോബർട്ട് ബോയിൽ ആണ് ഫാദർ ഓഫ് കെമിസ്ട്രി. അദ്ദേഹം ആരാണെന്ന് പറയാവോ? ആരാണ് റോബർട്ട് ബോയിൽ? റോബർട്ട് ബോയിൽ ആരാ? റോബർട്ട് ബോയിൽ ആരാ? ബോയിൽസ് ലോ പഠിച്ചിട്ടുണ്ട്. റോബർട്ട് ബോയിൽ ആരാണ്? ഒരു എന്താ പറയാ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭൗതിക ശാസ്ത്രജ്ഞനാണ് അല്ലെ. അദ്ദേഹം ഒരു രസതന്ത്ര ശാസ്ത്രജ്ഞനുമാണ്. അതുപോലെ എന്താണ് ബോയിൽസ് ലോ, ബോയിൽസ് നിയമമാണ് അദ്ദേഹത്തിന്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത്. അദ്ദേഹമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതായിരുന്നു? റോബർട്ട് ബോയിലിന്റെ പ്രസിദ്ധമായിട്ടുള്ള ബുക്കാണ് സംശയാസ്പദമായ രസതന്ത്രജ്ഞൻ അല്ലെങ്കിൽ സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾ ഒന്ന് പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാവോ? കാരണം എനിക്കിവിടെ സ്റ്റക്ക് ആവുന്നുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് അറിയണില്ല. ഒന്ന് റെസ്പോണ്ട് ചെയ്യണം ട്ടോ. ഇനി ഫാദർ ഓഫ് കെമിസ്ട്രി റോബർട്ട് ബോയിൽ ആണ്. അതേസമയം ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആരാണ്? ലാവോസിയർ ആണ് അല്ലെ. ലാവോസിയർ ആണ് ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലാവോസിയർ ആണ് അല്ലെ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയർ ആണ്. ലാവോസിയർ ആരാന്നൊന്ന് പറയാവോ? ആരാണ് ലാവോസിയർ? ആരാ ലാവോസിയർ? ഫ്രഞ്ച് കെമിസ്റ്റ് ആണ് ലാവോസിയർ. എലമെന്റ്സിന് പേര് കൊടുക്കുന്ന ആള്. ഓക്കെ, ഇനി എന്താണ്, ആർക്കൊക്കെ എന്തൊക്കെ അറിയാം? ഓക്കെ, ഇനി അപ്പം ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ നോക്കണം. ഫാദർ ഓഫ് കെമിസ്ട്രി റോബർട്ട് ബോയിൽ, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ലാവോസിയർ, ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റായ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നെണ്ണവും മാറിപ്പോവരുത്, കൃത്യമായിട്ട് പഠിക്കണം. ഫാദർ ഓഫ് കെമിസ്ട്രി റോബർട്ട് ബോയിൽ, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ലാവോസിയർ, ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി പ്രഫുല്ല ചന്ദ്ര റായ്. ഓക്കെ, ക്ലിയർ ആണോ? ഇല്ല, ഇതിനകത്ത് നോക്കണ്ട. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകും തോറും റോബർട്ട് ബോയിൽ എന്തൊക്കെ ചെയ്തു എന്നും ലാവോസിയർ എന്തൊക്കെ ചെയ്തു എന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അകത്തേക്ക് ക്ലാസ്സുകളിലേക്ക് പോകും തോറും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് റോബർട്ട് ബോയിൽ, ലാവോസിയർ, പ്രഫുല്ല ചന്ദ്ര റായ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മള് പതിയെ എങ്ങോട്ടേക്ക് പോവുകയാണ്? മാറ്റർ, പദാർത്ഥം അല്ലെ. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പദാർത്ഥമാണ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന, അതായത് അവർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ഇരിക്കാൻ സ്ഥലം ആവശ്യമായിട്ടുള്ള, എന്തുള്ളത്, മാസ് ഉള്ള. അതുപോലെ നമുക്ക് എന്താണ്, നമുക്ക് 5 സെൻസ് ഉണ്ട് അല്ലെ. നമുക്ക് 5 സെൻസ് ആണുള്ളത്. നമ്മുടെ 5 സെൻസുകളിൽ ഏതെങ്കിലും ഒന്നിനോ അതിൽ കൂടുതലോ സെൻസുകൾക്ക് മനസ്സിലാക്കാനും കഴിയുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾ എന്തായിട്ടാ പറയുന്നത്? പദാർത്ഥം എന്നാണ് പറയണത്. മനസ്സിലായോ? അപ്പൊ ഒരു പദാർത്ഥം എന്ന് നമ്മൾ എന്തിനെയാണ് പറയണത്? അവർക്ക് ഇരിക്കാൻ സ്ഥലം ആവശ്യമുള്ള, മാസ് ഉള്ള, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നോ അതിൽ കൂടുതലോ എന്താണ് സെൻസിന് ഫെൽറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊരു മെറ്റീരിയലും അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസും എന്താണ്? മാറ്റർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താണ് മാറ്റർ എന്നുള്ള കാര്യം ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മാറ്റർ is composed of very small particles. മാറ്റർ എന്ത് വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്? മാറ്റർ എന്ത് വെച്ചാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. മാറ്റർ കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ആറ്റംസ് ആണ് അല്ലെ. ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത് എന്നാ പറയണത്? മാറ്റർ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു
സജഷൻ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയുടെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ് മാറ്റർ ഇസ് കമ്പോസ്ഡ് ഓഫ് ആറ്റംസ് എന്നുള്ളത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? അന്ന് ആറ്റംസ് എന്നൊന്നും ആയിരുന്നില്ല അതിന്റെ പേര്. ഓക്കെ, പദാർത്ഥം എന്നുള്ളത് ആറ്റംസ് വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്നൊന്നും ആയിരുന്നില്ല, ചെറിയ ടൈനി പാർട്ടിക്കിൾസ് എന്ന് മാത്രമാണ്. യെസ്, മഹാഋഷി ഘനത അല്ലെ, മഹാഋഷി ഘനതയാണ് ആദ്യമായിട്ട് എന്ത് സജസ്റ്റ് ചെയ്തത്? മാറ്റർ ഇസ് കമ്പോസ്ഡ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വെരി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് അണു. അന്ന് അദ്ദേഹം അതിനെ നെയിം ചെയ്തത് എന്തായിരുന്നു? അണു എന്നാണ് അദ്ദേഹം അതിനെ നെയിം ചെയ്തത്. അതിനുശേഷം ആരായിരുന്നു ആറ്റംസ് എന്നുള്ള പേര് കൊടുത്തത്? ആരായിരുന്നു ആറ്റംസ് എന്നുള്ള പേര് കോയിൻ ചെയ്തത്? ആരായിരുന്നു? ആറ്റംസ് എന്നുള്ള പേര് കോയിൻ ചെയ്തത് ആരായിരുന്നു? ഡാൽട്ടൺ ആണോ? ആറ്റംസ് എന്നുള്ള പേര് ഡാൽട്ടൺ ആണ്. ആറ്റംസ് എന്നുള്ള പേര് ഡാൽട്ടൺ ആണോ? നെയിം ചെയ്തത് ഡാൽട്ടൺ ആണ്. ആറ്റംസ് എന്നുള്ള പേര് വന്നത് അറ്റോമോസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന് വന്നത്. ഓക്കെ, അറ്റമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിസിബിൾ എന്നാണ് അറ്റമോസ്. അശ്വതിയാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇൻഡിവിസിബിൾ എന്ന് മീനിങ് വരുന്ന അറ്റമോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ആറ്റംസ് എന്നുള്ള വേർഡ് വന്നത്. ഓക്കെ, അപ്പൊ അത് ആരായിരുന്നു? ഗ്രീക്ക് തിങ്കർ ആയിട്ടുള്ള ഡെമോക്രിറ്റസ് ആയിരുന്നു ആറ്റം എന്ന് നെയിം ചെയ്തത്. ഓക്കെ, ഗ്രീക്ക് തിങ്കർ ആയിട്ടുള്ള ഡെമോക്രിറ്റസ് ആണ് ആറ്റം എന്ന് നെയിം ചെയ്തത്. മനസ്സിലായോ? മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ പേരുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അറ്റമോസ് എന്ന വാക്കിൽ നിന്നും, ഇൻഡിവിസിബിൾ എന്ന അർത്ഥം വരുന്ന അറ്റമോസ് എന്ന വാക്കിൽ നിന്നും ആറ്റംസ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആറ്റംസ് എന്ന് ആരാണ് നെയിം ചെയ്തത്? ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള ഡെമോക്രിറ്റസ് ആണ് എന്ത് ചെയ്തത്? ആറ്റംസ് എന്ന വാക്ക് അവിടെ പറഞ്ഞത് അല്ലെങ്കിൽ കൊണ്ടുവന്നത്. ക്ലിയർ ആണോ? അപ്പൊ കുഴപ്പമില്ല, നമ്മള് കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിലപ്പം എല്ലാവർക്കും അതൊന്നും ഓർമ്മയിൽ ഉണ്ടാവണം എന്നില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ മറന്നു പോയിട്ടുണ്ടാവാം. അത് എന്തായാലും കുഴപ്പമില്ല, എന്ത് ചെയ്താൽ മതി? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇപ്പൊ ഇവിടെ നോക്കിയത്. ഇനി ഈ മാറ്ററിനെ തന്നെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? നമ്മൾ പല രീതിയിൽ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഇവിടെ കാണിച്ചിട്ടില്ല. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലെ? ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് എന്താണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ എന്ത് വരുന്നുണ്ട്? ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലെ? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റ് എന്നിങ്ങനെ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആയിട്ട് അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്? 5 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. പക്ഷെ അതില് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ബേസിക് ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബാക്കി വരുന്നത് എന്താണ്? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, അതിലാണ് പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്ചർ, പിന്നീട് അതിന്റെ. അപ്പൊ ഇത് നമുക്ക് വരുമ്പോ നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ്? ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. 3 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പൊ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? പാർട്ടിക്കിൾസ് ആർ ടൈറ്റ്ലി പാക്ക്ഡ് അല്ലെ? അതായത് എന്താ പറയുന്നത്? നമ്മള് സോളിഡ് സ്റ്റേറ്റിൽ കാണുന്ന പാർട്ടിക്കിൾസ്, സോളിഡ് സ്റ്റേറ്റിലുള്ള
പാർട്ടിക്കിൾസ് എല്ലാം തന്നെ എങ്ങനെയായിരിക്കും? ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ഓക്കെ, അവര് നല്ല രീതിയിൽ ക്ലോസ് ആയിട്ടായിരിക്കും അവരെ പാക്ക് ചെയ്തിട്ടുണ്ടാവുക. അതിപ്പം പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ആയിരിക്കാം? അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽ അല്ലെങ്കിൽ മാറ്റർ. അത് എന്തായിരിക്കാം? ആറ്റംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരായിരിക്കാം? അയേൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരായിരിക്കാം? മോളിക്യൂൾസ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇവരാര് വേണമെങ്കിലും എന്താവാൻ സാധ്യതയുണ്ട്? പാർട്ടിക്കിൾസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവരിൽ ആരാണെങ്കിലും അവിടെ എന്തായിരിക്കും? അവരെയെല്ലാം വളരെ ടൈറ്റ്ലി പാക്ഡ് ആക്കി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി സോളിഡ് സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് അവരുടെ ഷേപ്പ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ അവർക്ക് എന്തുണ്ട്? കൃത്യമായിട്ടുള്ള വോള്യം ഉണ്ട്. ഓൾസോ എന്താണ്? ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ എന്താണ്? റിജിഡിറ്റി. ഓക്കെ, റിജിഡിറ്റി ഇതിനെല്ലാം കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ പറയുന്നതെല്ലാം അവർക്ക് ഉണ്ടാവുന്നത്? അവിടെ നമ്മൾ പറഞ്ഞു മോളിക്യൂൾസ്, അയൺസ് അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കിൾസ് എന്താണ്? ടൈറ്റ്ലി പാക്ഡ് ആണെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് വരുന്ന സമയത്ത് അവര് തമ്മിലുള്ള ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഉണ്ടല്ലോ, അതായത് രണ്ട് പാർട്ടിക്കിൾസിനെ തമ്മിൽ, അത് ആറ്റംസ് ആയിക്കോട്ടെ മോളിക്യൂൾസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അവരെ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇന്റർ മോളിക്യുലർ ഫോഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഉണ്ടല്ലോ, അത് വളരെ സ്ട്രോങ് ആയിരിക്കും. ആർക്ക്? സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്. അതാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഷേപ്പ്, വോള്യം, ഡെൻസിറ്റി, റിജിഡിറ്റി എല്ലാം കൊടുക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇതിൽ കുറെ പേര് ഡൗട്ട് ചോദിച്ചു പോകുന്നുണ്ട്. അത് എനിക്ക് ക്ലിയർ കാണാൻ പറ്റുന്നില്ല. ചാറ്റ് അങ്ങോട്ടേക്ക് കയറി പോകുമ്പോൾ ചിലതൊക്കെ ഞാൻ ചിലപ്പോൾ മിസ് ചെയ്ത് പോവും. എന്തായാലും ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാത്ത ഡൗട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ക്ലാസിന്റെ ഏകദേശം ഒരു ഭാഗം എത്തുമ്പോൾ ഞാൻ എന്തായാലും പറയാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നു. അപ്പൊ അതൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. കാണാതെ പോകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഞാൻ കാണാതെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ. ആരോ ഡെൻസിറ്റി എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാസ് ബൈ വോള്യം ആണ് ഡെൻസിറ്റി. ഓക്കെ, മാസ് ബൈ വോള്യം ആണ് ഡെൻസിറ്റി വരുന്നത്. ഓക്കെ, അടുത്തത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഇപ്പം ഇത് നമുക്ക് ഫിസിക്കൽ ഈ ഒരു സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ് വെള്ളം എന്ന് പറയുന്നത് അല്ലെ. സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആരെ ചിന്തിച്ചാൽ മതി? ഐസ് ക്യൂബ്സ് ചിന്തിച്ചാൽ മതി അല്ലെ. ഇനി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആരെ ആലോചിച്ചാൽ മതി? വെള്ളത്തിനെ ആലോചിച്ചാൽ മതി. എങ്ങനെയാണ്? വെള്ളത്തിന് കൃത്യമായിട്ടുള്ള വോള്യം ഉണ്ട്, പക്ഷെ എന്തില്ല? ഫിക്സ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല അല്ലെ. വെള്ളം ആരുടെ, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് ആരുടെ ഷേപ്പാണ് എടുക്കുന്നത്? നമ്മൾ അവരെ എന്ത് കണ്ടെയ്നറിലാണോ, അപ്പൊ നമ്മൾ ഒരു ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ആ ലിക്വിഡ് സ്റ്റേറ്റിൽ ലിക്വിഡ്സ് എന്തിന്റെ ഷേപ്പാണ് അറ്റൈൻ ചെയ്യണത്? ആ ബോട്ടിലിന്റെ ഷേപ്പാണ് അറ്റൈൻ ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഗ്ലാസിന്റെ ഷേപ്പിലേക്കാണ് വരുന്നത് അല്ലെ. പക്ഷെ അവർക്ക് എന്തുണ്ട്? കൃത്യമായിട്ടുള്ള വോള്യം ഉണ്ട് അല്ലെ. ലിക്വിഡ് സ്റ്റേറ്റിന് കൃത്യമായിട്ടുള്ള വോള്യം ഉണ്ട്, പക്ഷെ എന്തില്ല? ഷേപ്പ് ഇല്ല. ഓക്കെ, അപ്പം ഇത് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഫ്ലോ ചെയ്യാൻ എബിലിറ്റി ഉള്ള ആൾക്കാരാണ് അല്ലെ. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മാറ്റർ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? ഒഴുകാനുള്ള എബിലിറ്റി ഉണ്ട് അല്ലെ. പക്ഷേ ഇത് ഒരു കാര്യം നമുക്ക് ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിൽ പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലുള്ള പാർട്ടിക്കിൾസ്, ഓക്കെ, അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു സോളിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാല് ക്ലോസ്ലി പാക്ഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ക്ലോസ്ലി പാക്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അല്ലെ. സോളിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ സ്ക്രീൻ ഒന്ന് പോയിട്ടുണ്ട്, വരും. ഓക്കെ, ഇവിടെ പോയതാണ്, വരും. അപ്പം എന്താ പറയാ, ലിക്വിഡ് സ്റ്റേറ്റ് നമ്മള് സോളിഡ് സ്റ്റേറ്റിൽ ക്ലോസ്ലി പാക്ഡ് ആണെന്ന് പറഞ്ഞു. അതേസമയം ലിക്വിഡ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ അവര് ക്ലോസ് ആണ്, പക്ഷേ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഇവിടെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് കണ്ടോ? പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ? ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്ക് മൂവ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോ?
സോളിഡ് സ്റ്റേറ്റില് ഈ കാണുന്ന പാർട്ടിക്കിൾസിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ? മൂവ് ചെയ്യാനുള്ള സ്ഥലം നിങ്ങൾക്ക് നോക്കിയിട്ട് തോന്നുന്നുണ്ടോ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്? ഇല്ല അല്ലെ. അപ്പൊ സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് അല്ലെങ്കിൽ ടൈറ്റ്ലി പാക്ഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി പോലും ഇല്ലാത്ത അത്രത്തോളം എന്താ പറയാ അത്രത്തോളം ഡെൻസ്ലി അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ലിക്വിഡിലേക്ക് എത്തുന്ന സമയത്ത് ഇവര് അടുത്താണ് നിൽക്കുന്നത് അല്ലെ. ഇവരെന്താണ് ലിക്വിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് നോക്കുന്ന ടൈമില് അവര് അടുത്താണ് ആ പാർട്ടിക്കിൾസ് നിൽക്കുന്നത്. പക്ഷേ അവിടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? അവരുടെ സോളിഡ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് കമ്പയറിംഗ് ടു സോളിഡ്സ് ഇവർക്ക് കുറവാണ്. ഓക്കെ, സോളിഡ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ കമ്പയറിംഗ് ടു സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിക്കിൾസിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? അതുകൊണ്ടാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒഴുകാൻ പറ്റുന്നത്. പക്ഷെ എന്തല്ല, അവര് സിംഗിൾ ആയിട്ടല്ല പോവുക, പകരം എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ അങ്ങനെയൊക്കെയാണ് എവിടെ മൂവ്മെന്റ് വരുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിൽ മൂവ്മെന്റ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അത് വെള്ളം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതിയാവും അല്ലെ. ഇനി അടുത്തതാണ് ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലെ, വാതകം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, വാതകാവസ്ഥ എന്ന് പറയും. അപ്പൊ ഇതറിയാലോ അല്ലെ. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖരാവസ്ഥയാണ് സോളിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ്രാവകാവസ്ഥയാണ് അല്ലെ. ദ്രാവകാവസ്ഥയാണ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാതകമാണ്, വാതകാവസ്ഥ എന്നാണ് നമ്മൾ എന്തിനെ പറയുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ മലയാളം ആവശ്യമുള്ളവര് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇൻ കേസ് ഇനി ഞാനിപ്പോ ഇതില് ഏതെങ്കിലും മാക്സിമം ഞാൻ മലയാളം വേർഡ്സ് പറഞ്ഞു പോവാനായിട്ട് ശ്രദ്ധിക്കാം. ഇൻ കേസ് ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും വാക്കുകളുടെ മലയാളം വേണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, കാരണം എല്ലാ മലയാളം വാക്കും അറിയും എന്ന് ഞാനും പറയുന്നത് ശരിയല്ല, കാരണം എനിക്ക് അറിയില്ല. അപ്പം അറിയാത്തത് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണം മലയാളം വാക്കുകൾ വേണം എന്നുള്ളത് ഉണ്ടെങ്കിൽ ചോദിക്കുക. അറിയുന്നത് പറഞ്ഞുതരാം, അല്ലാത്തത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അടുത്തത് നമ്മൾ വാതകാവസ്ഥ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റ് എന്നുള്ള കാര്യത്തിലേക്ക് വരികയാണ്. അതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഇവിടെ നമ്മൾ ഐസ് ക്യൂബ് പറഞ്ഞു. ഐസ് ക്യൂബ് മെൽറ്റ് ആവുമ്പോൾ വെള്ളം ആവും. എഗെയിൻ വെള്ളം എന്ത് ചെയ്യാണ്? ബോയിൽ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ടാ മാറുക? വാട്ടർ വേപ്പർ, നീരാവി ആയിട്ട് പോകും അല്ലെ. വാട്ടർ വേപ്പർ, അതാണ് നമുക്ക് എന്തിന് എക്സാമ്പിൾ പറയാൻ പറ്റുക? ഗേഷ്യസ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നോക്കിക്കേ. ഗ്യാസിൽ ഇവിടെ നമ്മൾ പാർട്ടിക്കിൾസ് കണ്ടു, ഇവിടെ പാർട്ടിക്കിൾസ് കണ്ടു. അടുത്തത് നമ്മൾ ഇവിടത്തെ പാർട്ടിക്കിൾസിലേക്ക് എത്തി. ഇവിടത്തെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? ഫാർ അപ്പാർട്ടാണ് അല്ലെ. പാർട്ടിക്കിൾസ് എന്താണ്? നല്ല രീതിയിൽ എന്തുണ്ട്? അവര് തമ്മിൽ എന്തുണ്ട്? അവര് തമ്മിൽ ഡിസ്റ്റൻസ് വരുന്നുണ്ട് അല്ലെ. നല്ല രീതിയിൽ അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതായത് ഓരോ പാർട്ടിക്കിൾസും എങ്ങനെയാണ്? ദൂരെ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് തമ്മിലുള്ള ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത, അവർ തമ്മിൽ ഫോഴ്സ് ഇല്ലേന്ന് ചോദിച്ചാൽ ഫോഴ്സ് ഉണ്ട്. ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഈ പറയുന്ന പോലെ സോളിഡിനെ പോലെയോ അല്ലെങ്കിൽ ലിക്വിഡിനെ പോലെയോ ഒന്നും തന്നെ കൺസിഡർ ചെയ്യാൻ കഴിയുന്ന അത്രയും എന്തില്ല എന്ന് തന്നെ പറയണം. ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് അവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഇവര് എങ്ങനെയാറിയോ? ഇവരുടെ മൂവ്മെന്റ് എങ്ങനെയാണെന്നറിയോ? റാൻഡം മൂവ്മെന്റ് ആണ് ആര് ഫോളോ ചെയ്യുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, റാൻഡം റാൻഡം മൂവ്മെന്റ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ഫോളോ ചെയ്യുന്നത്. ഇനി ഇവർക്ക് നമ്മൾ പറഞ്ഞു ഇന്റർമോളിക്കുലാർ ഫോഴ്സ് നെഗ്ലിജിബിൾ ആണ് എന്ന് പറഞ്ഞു. ഇവർക്ക് എന്തില്ല? കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പോ വോള്യമോ ഒന്നും തന്നെ ആർക്ക് നമുക്ക് കാണാൻ കഴിയില്ല. ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസിന് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടർ അല്ലെ, നമ്മുടെ വീടുകളിലെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസ് ആണ് അല്ലെ. വാതകം അല്ലെങ്കിൽ പാചകവാതക സിലിണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ ഏറ്റവും ഹൈലൈറ്റ് ആയി അത്രയും ഇതിൽ നിൽക്കുന്ന ആളാണ്. കാരണം കിട്ടാനില്ല അല്ലെ.
അപ്പോ അങ്ങനെയുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് കുറവാണ്, പാർട്ടിക്കിൾസ് ഫാർ അപ്പാർട്ടാണ്, അവർക്ക് കൃത്യമായിട്ടുള്ള ഷേപ്പ് ഇല്ല, വോള്യം ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ എങ്ങനെയാണ് നമ്മൾ ആ ഒരു സിലിണ്ടറിനകത്തേക്ക് ആക്കുന്നത് എന്നറിയാവോ? എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ആ സിലിണ്ടറിനെ നമ്മൾ എന്താ പറയുക? കംപ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് അത് എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഇല്ലേ, ഹൈലി കംപ്രസിബിൾ ആണ്. ഞാൻ ഇവിടെ എഴുതിയാൽ നിങ്ങൾക്ക് കാണാവോ? ഇവിടെ എഴുതിയാൽ കാണാൻ പറ്റില്ല അല്ലെ. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിന്റെ ആ ഒരു കാര്യമാണ് ഇവിടെയാണ് കേട്ടോ എഴുതുന്നത്. ഇത് ലിക്വിഡിന്റെ അല്ല, ഗേഷ്യസ് സ്റ്റേറ്റിന്റെ ആണ്. ഹൈലി കംപ്രസിബിൾ ആണ്. ഓക്കെ, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസുകൾ എന്താണ്? ഹൈലി കംപ്രസിബിൾ ആണ്. നമ്മൾ LPG യൂസ് ചെയ്യുന്നത് ഇതേ ടെക്നിക്കിൽ ലിക്വിഫൈഡ് ആയിട്ടാണ് LPG നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിന്റെ പ്രധാനമായിട്ടുള്ള പ്രത്യേകത, അവർക്ക് കൃത്യമായിട്ടുള്ള ഷേപ്പ് വോള്യം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ ഇവരെ ഉപയോഗിക്കാനും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഒരു പ്രോപ്പർട്ടിയാണ് അവരെന്താണ്, ഹൈലി കംപ്രസിബിൾ ആണ്. ഓക്കെ, കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. മാറിപ്പോവരുത്, ലിക്വിഡ് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി അല്ല ഇത്, ഗേഷ്യസ് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പുറത്തേക്ക് എഴുതിയതാണ്, മാറി എഴുതി വെക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോ നല്ല രീതിയിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കംപ്രസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സബ്സ്റ്റൻസുകൾ. മനസ്സിലായോ? 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ക്ലിയർ ആയോ? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ളത് നോക്കി. ഇനി 2 ആൾക്കാരും കൂടെ ഉണ്ട് അല്ലെ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. 2 ആൾക്കാരും കൂടെ ഇല്ലേ? ആരൊക്കെയാണത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നല്ലാണ്ട് ഇനി 2 ആൾക്കാരും കൂടെ ഉണ്ട്. ആരൊക്കെയാണത്? പ്ലാസ്മ, പിന്നെ ആരാ? പ്ലാസ്മയുണ്ട്, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ആരാ? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലെ, BEC, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലാസ്മയും ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും കൂടെ നോക്കാം. പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? 4ാമത്തെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് അല്ലെ, പദാർത്ഥത്തിന്റെ 4ാമത്തെ സ്റ്റേറ്റ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു അയണൈസ്ഡ് ഗ്യാസ് ആണ്. പ്ലാസ്മയിൽ എന്താ ഉള്ളത്? ഫ്രീ ഇലക്ട്രോൺസും അതുപോലെ തന്നെ പോസിറ്റീവ് അയോൺസും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള അയണൈസ്ഡ് ഗ്യാസ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പ്രപഞ്ചത്തില് ഏറ്റവും അധികം കാണപ്പെടുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണെന്ന് പറയാവോ? നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണ് എന്ന് പറയാവോ? പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. ഓക്കെ, യൂണിവേഴ്സിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത്, അതായത് ഏകദേശം നമ്മുടെ പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളിൽ 98% ഏത് രൂപത്തിൽ ഇരിക്കുന്നതാണ്? പ്ലാസ്മ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ യൂണിവേഴ്സിൽ കാണുന്ന അല്ലെങ്കിൽ ഉള്ള പലതരത്തിലുള്ള മാറ്ററുകൾ ഉണ്ട് അല്ലെ, അതില് 98% ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് പറയണത്? പ്ലാസ്മ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഈ പ്ലാസ്മ സ്റ്റേറ്റ് നമ്മൾ എവിടെയാണ് കാണുന്നത് എന്നൊന്ന് പറയാവോ? പ്ലാസ്മ സ്റ്റേറ്റ് നമ്മൾ എവിടെയാ കാണുന്നത്? നിങ്ങൾ വേഗം വേഗം ആൻസർ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേഗം വേഗം ക്ലാസ് മുന്നോട്ട് നീങ്ങാം, അല്ലെങ്കിൽ നമ്മൾ സ്ലോ മോഷനിലാവും. എവിടെയാ കാണുന്നത്? സൂര്യന്റെയും അതുപോലെ മറ്റുള്ള നക്ഷത്രങ്ങളുടെയും ഒക്കെ സെൻട്രൽ പാർട്ടിലാണ് കാണുന്നത്. ഓക്കെ, സെൻട്രൽ പാർട്ടിലാണ് കാണുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നക്ഷത്രങ്ങളുടെയും സൂര്യന്റെയും ഒക്കെ സെൻട്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണ് അല്ലെ. സൂര്യന്റെ നടുക്ക്, നക്ഷത്രങ്ങളുടെ നടുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്താണ്? ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് അല്ലെ.
അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എന്താണ് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, എവിടെ എക്സിസ്റ്റ് ചെയ്യണതാണ്, അയണൈസ്ഡ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. അയണൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജ് ഉള്ളതാണ് അല്ലെ. അയണൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ അയൺസ് എന്ന് പറയുന്നത് അല്ലെ. അയോൺസ് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ്. അപ്പൊ എന്താണ്, അയണൈസ്ഡ് ഗ്യാസ് എന്ന് പറയുമ്പോൾ അത്രത്തോളം അയണൈസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആളാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. എവിടെയാണ് ഇവർ എക്സിസ്റ്റ് ചെയ്യണത്, ഹൈ ടെമ്പറേച്ചർ ഏരിയാസ് ആയിട്ടുള്ള സൂര്യന്റെ സെൻട്രൽ പാർട്ട്, നക്ഷത്രങ്ങളുടെ സെൻട്രൽ പാർട്ട്, ഇവിടെയൊക്കെയാണ് നമുക്ക് ഏത് സ്റ്റേറ്റ് കാണാൻ കഴിയുന്നത്, പ്ലാസ്മ സ്റ്റേറ്റ് കാണാൻ കഴിയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പോയിന്റ്സ്, ഞാൻ പറയുന്ന പോയിന്റ്സ് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് പറയുന്നത് സ്പീഡിൽ പോകുന്നുണ്ട്, എഴുതിയെടുക്കാൻ പറ്റണില്ല, നോട്ട്സ് ക്ലിയർ ആയിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. സ്പീഡ് കൂട്ടുക കുറയ്ക്കുക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം കേട്ടോ. ഓക്കെ, അടുത്തതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഞ്ചാമത്തെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് അല്ലെ. ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന്റെ കണ്ടുപിടുത്തത്തിന് പുറകിലുള്ള രണ്ടാൾക്കാരാണ് സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. 1924-25 കാലഘട്ടത്തിലായിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫിഫ്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നുള്ള കണ്ടുപിടുത്തത്തിലേക്ക് ഇവർ എത്തുന്നത്. നോട്ട് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഡൺ. അപ്പം ഫിഫ്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ സത്യേന്ദ്രനാഥ് ബോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ കണ്ടുപിടുത്തത്തിന്റെ പുറകിൽ വരുന്നത്. അപ്പം എന്താ പറയുന്നത്, ഇനി ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിലെ പാർട്ടിക്കിൾസിന് നമ്മളൊരു പേര് പറയും. ആ പേര് എന്താന്ന് പറയാവോ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിലുള്ള പാർട്ടിക്കിൾസിന് നമ്മള് ഒരു പേര് പറയും. എന്താണത്? ബോസോൺസ് എന്ന് കേട്ടിട്ടുണ്ടോ? ബോസോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ഇന്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഇന്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് ആണ് ബോസോൺസ് എന്ന് പറയുന്നത്. ഈ ബോസോൺസിനെ സൂപ്പർ കൂൾ ചെയ്യുക, ഞാൻ പറയുകയാണ് കേട്ടോ, സൂപ്പർ കൂൾ ചെയ്യുക. സൂപ്പർ കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഏകദേശം അബ്സലൂട്ട് സീറോയിലേക്ക്, ഓക്കെ, അബ്സലൂട്ട് സീറോയിലേക്ക് സൂപ്പർ കൂൾ ചെയ്യുക. എന്നിട്ട് ഏത് രീതിയിലേക്ക് കൂൾ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓരോ പാർട്ടിക്കിൾസിനും അവർ നിൽക്കുന്ന സ്റ്റേറ്റിൽ അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അല്ലെ. പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, കാരണം കുറച്ച് കൂടുതലായിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ കൂടുതലുള്ളതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ്, എന്നാലും ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് ഇങ്ങനെ ലൈവായിട്ട് ക്ലാസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകളൊന്നും നമ്മുടെ കോഴ്സ് എടുക്കാത്തവർ ചിലപ്പോൾ ഇതെടുത്തിട്ട് ക്ലാസ് കാണാൻ വന്നിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർട്ടിക്കിൾസിനെ അബ്സല്യൂട്ട് സീറോ ആവുന്നത് വരേക്കും എന്ത് ചെയ്യാണ്, സൂപ്പർ കൂള് ചെയ്യാണ്. സൂപ്പർ കൂള് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ അവരുടെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, അതായത് ഓരോ പാർട്ടിക്കിൾസിനും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട് അല്ലെ. അതങ്ങനെ തന്നെയാണ്. നമുക്ക് ഏത് മെറ്റീരിയൽ, ഇത് ഈ മെറ്റീരിയൽ ആണ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ കുറെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഈ മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ഇത് ഈ മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അവരുടെ കുറച്ച് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെട്ടിട്ട് ഒരു സിംഗിൾ ക്വാണ്ടം എൻറ്റൈറ്റി ആയിട്ട് അവര് ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? ഒരു സിംഗിൾ ക്വാണ്ടം എൻറ്റൈറ്റി ആയിട്ട് അവരെ ആക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഇൻഡിവിജ്വാലിറ്റി, പാർട്ടിക്കിൾസിന്റെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുന്നത് വരേക്കും അവരെ സൂപ്പർ കൂൾ ചെയ്തിട്ട് അവരെന്തായിട്ട് ആക്ട് ചെയ്യാണ്, ഒരു സിംഗിൾ ക്വാണ്ടം എൻറ്റൈറ്റി ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അത്തരത്തിൽ വരുന്ന ആ സ്റ്റേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ ആറ്റം എന്നാണ് അതിനെ പറയുന്നത്. മനസ്സിലായോ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന്റെ കാര്യമാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ആറ്റം എന്നാണ് അതിനെ പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഫിഫ്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ സൂപ്പർ ആറ്റം എന്നുള്ളത് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. സൂപ്പർ ആറ്റം എന്ന പേരിൽ വരുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണ് എന്നുള്ളത് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങളും കാണാൻ സാധ്യതയുള്ള ഒരു ടൈപ്പാണ്. ഓക്കെ, ക്ലിയർ ആണോ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കാൻ പറ്റിയോ? എങ്ങനെയാണ്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള്
ബോസോൺ എന്നുള്ളത് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അയൺസ്, മോളിക്യൂൾസ്, ആറ്റംസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഈ പറയുന്ന ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റിലുള്ള ബോസോൺസ് എന്ന് പറഞ്ഞാല് ഇന്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസ്. ഓക്കെ, ഇന്റിജർ സ്പിന്നുള്ള, ഒന്നുകൂടെ പറയുകയാണ്, ഇന്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ബോസോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെയാണ് ബോസോൺസ് എന്ന് പറയുന്നത്. ഈ ബോസോൺസിനെ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അല്ലെ. ഈ ഇപ്പൊ നമ്മള് ആറ്റംസ് എന്ന് പറഞ്ഞാല് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ആറ്റംസ്, മോളിക്യൂൾസ്, അയൺസ്, ഇവരെയൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതെല്ലാം പാർട്ടിക്കിൾസ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. പക്ഷെ ഇവരെയെല്ലാം നമ്മൾ കോമൺ ആയിട്ട് ഒരൊറ്റ പാർട്ടിക്കിൾ എന്നല്ല പറയണത്. അവർക്ക് എന്താ പറയാ, ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. അയൺസ് ആണെങ്കിൽ അത് ആ ടൈപ്പ് എങ്ങനെയാണ്, ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് അയൺസ് ആയിട്ട് നമ്മൾ പറയണത്. ആറ്റംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. അപ്പം അത് ആ ഒരു സെപ്പറേഷൻ ഉള്ള, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അല്ലെ. അതുപോലെ തന്നെയുള്ള ബോസോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ഇന്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് ആണ് ബോസോൺസ്. അവരെ നമ്മൾ അവരുടെ ഇൻഡിവിജ്വാലിറ്റി, ഓക്കെ, അവരെ ബോസോൺസ് ആക്കി നിർത്തുന്ന അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, അവരുടെ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും. അത് നഷ്ടപ്പെട്ടു പോകുന്നത് വരേക്കും നമ്മൾ എന്ത് ചെയ്യാണ്, സൂപ്പർ കൂൾ ചെയ്യാണ്. നമ്മൾ അവരെ എന്ത് ചെയ്യാണ്, കൂൾ ചെയ്യാണ്. ഏത് വരേക്കാണ്? അബ്സലൂട്ട് സീറോ എന്നുള്ള കണ്ടീഷൻ വരേക്കും നമ്മൾ ഈ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യും, സൂപ്പർ കൂൾ ചെയ്യും. ഓക്കെ, സൂപ്പർ കൂൾ ചെയ്ത് കഴിയുമ്പോൾ, ഇങ്ങനെ സൂപ്പർ കൂൾ ചെയ്യുമ്പോഴാണ് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നിട്ട് അവര് എന്തായിട്ട് ആക്ട് ചെയ്യും എന്നാണ് പറയുന്നത്, അവരെന്തായിട്ടാണ് പിന്നീട് ബിഹേവ് ചെയ്യുന്നത്? ഒരു സിംഗിൾ ക്വാണ്ടം എൻറ്റൈറ്റി ആയിട്ട് അവരെന്ത് ചെയ്യും, അവരവിടെ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ബിഹേവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ സൂപ്പർ ആറ്റം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യ ഭാഗം എന്നുള്ള ആ ഒരു ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇത്രയും നേരം പറഞ്ഞു തന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞു, കെമിസ്ട്രിയുടെ ഫാദർ ഓഫ് കെമിസ്ട്രി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഭാഗത്തിലേക്ക് പോവാം. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പോകുന്നത് എന്തിലേക്കാണ്? കെമിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ മാറ്ററിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ. ഓക്കെ, ശുദ്ധ പദാർത്ഥം, പിന്നെന്താണ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിശ്രിതം അല്ലെ. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധ പദാർത്ഥം. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ മിശ്രിതം. ഇങ്ങനെ രണ്ടായിട്ടാണ് എവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ മാറ്ററിനെ ചെയ്തിരിക്കുന്നത്. മാറ്ററിന്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞത്. ശുദ്ധ പദാർത്ഥവും അതുപോലെ തന്നെ മിക്സ്ചർ എന്നുള്ള രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? എലമെന്റ്സ്, കോമ്പൗണ്ട്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മിക്സ്ചറിനെ ഹോമോജീനസ് മിക്സ്ചർ, ഹെട്രോജീനസ് മിക്സ്ചർ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എലമെന്റ്സിനെ പിന്നെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? മെറ്റൽ, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് എന്നുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷൻ പോകുന്നുണ്ട്. കോമ്പൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്, ഇനോർഗാനിക് കോമ്പൗണ്ട് എന്ന് ആർക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്? കോമ്പൗണ്ട്സിന് വരുന്നുണ്ട്. മനസ്സിലായോ?
അപ്പൊ അതാണ് ഒരു ഏകദേശം ഒരു റോ പിക്ചർ ആണ് ഇപ്പൊ പറഞ്ഞത്. കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, അതായത് നമ്മൾ ഈ ഒരു ഭാഗത്തിന് എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ആകത്തുകയാണ് ഇവിടെ ഈ പറഞ്ഞു തന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലെ. കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ ഭാഗമാണ് പ്യുവർ സബ്സ്റ്റൻസ്, ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധ പദാർത്ഥം. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഡന്റിക്കൽ നേച്ചർ ഉള്ള, അതായത് കാണാൻ ഒരുപോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെയുള്ള നേച്ചർ കാണിക്കുന്ന പാർട്ടിക്കിൾസ്, അത്തരം പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഐഡന്റിക്കൽ നേച്ചർ ഉള്ള, കാണാൻ ഒരുപോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെയുള്ള നേച്ചർ ഉള്ള, സ്വഭാവമുള്ള പാർട്ടിക്കിൾസിനെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആയിട്ടുള്ള കോമ്പോസിഷൻ ഉണ്ടാവും. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിലെ ഈ പാർട്ടിക്കിൾസിനെല്ലാം ഫിക്സഡ് ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ്. എക്സാമ്പിൾ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ നമുക്ക് കോപ്പർ, സിൽവർ, ഗോൾഡ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും? പ്യുവർ സബ്സ്റ്റൻസിന്, ശുദ്ധ പദാർത്ഥങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. മനസ്സിലായോ? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എലമെന്റ്സ് ഒക്കെ പ്യുവർ സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നൊക്കെ പറയുന്ന എലമെന്റ്സ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്നുള്ളതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. കൃത്യമായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള കോമ്പോസിഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഐഡന്റിക്കൽ നേച്ചർ ഉള്ള പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ് പ്യുവർ സബ്സ്റ്റൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ, ഒന്ന് മെൻഷൻ ചെയ്യണേ. ഞാൻ ഈ ക്ലിയർ ആണോ എന്ന് ചോദിക്കുമ്പോൾ അധികം ഡിലേ ഇല്ലാണ്ട് നിങ്ങൾ മെൻഷൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേഗം ക്ലാസ് മുന്നോട്ട് നീക്കാം. അടുത്തതാണ് മിശ്രിതം അല്ലെ. മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിശ്രിതമാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഐഡന്റിക്കൽ നേച്ചർ ഉള്ള പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളെയാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാല് മിക്സ്ചേഴ്സിനകത്ത് രണ്ടോ അതിൽ കൂടുതലോ വസ്തുക്കൾ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ മിക്സ്ചർ അല്ലെങ്കിൽ മിശ്രിതം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടോ അതിൽ കൂടുതലോ വസ്തുക്കൾ, അതെന്തുമാവാം, അത് അതിന്റെ ടൈപ്പ്, അതൊക്കെ നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ നോക്കുന്നുണ്ട്. അപ്പൊ എന്താണ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ വസ്തുക്കൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മൾ പതിയെ എന്ത് ചെയ്യാണ്, ഇതിന്റെ അകത്തേക്ക് കയറുകയാണ്. പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. പ്യുവർ സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൂലകങ്ങൾ എന്ന് പറയുന്ന എലമെന്റ്സും സംയുക്തങ്ങൾ എന്ന് പറയുന്ന കോമ്പൗണ്ട്സും. ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ എന്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? പ്യുവർ സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. എങ്ങനെയാണ്? എലമെന്റ്സും അതുപോലെ തന്നെ എന്താണ് കോമ്പൗണ്ട്സ് എന്നിങ്ങനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പം എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ടൈപ്പ് പാർട്ടിക്കിൾ മാത്രമായിരിക്കും അതിൽ ഉണ്ടാവുന്നത്. ഓക്കെ, എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിക്കൽ നേച്ചർ ഉള്ള പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു അല്ലെ. അതില് ഒരു ടൈപ്പ് പാർട്ടിക്കിൾ മാത്രം ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. അതായത് കെമിക്കൽ പ്രോസസ്സുകൾ വഴി എന്തെങ്കിലുമൊക്കെ കെമിക്കൽ പ്രോസസ്സ് ചെയ്ത് പിന്നീട് അതിനെ കുറച്ചു കൊണ്ടുവന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റുക, അല്ലെങ്കിൽ പിന്നീട് അതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ് ഒന്നും എവിടെ പോസിബിൾ അല്ല? എലമെന്റ്സ് എന്നുള്ളവയിൽ പോസിബിൾ അല്ല. ഓക്കെ, എലമെന്റ്സിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എക്സാമ്പിൾ നമുക്ക് പറയാൻ കഴിയുക പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റ്സ് എല്ലാം പറയാം. ഹീലിയം, ഗോൾഡ്, സിൽവർ തുടങ്ങിയവയെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? എലമെന്റ്സ് എന്നുള്ള ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താണ് എലമെന്റ്സ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടോ?
അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുന്നത് കോമ്പൗണ്ട്, സംയുക്തങ്ങൾ എന്നുള്ളതാണ്. എന്താണ് കോമ്പൗണ്ട്സ്? എലമെന്റ്സ് നമ്മൾ പറഞ്ഞു ഒരു പാർട്ടിക്കിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളാണ് എലമെന്റ്സ് എന്ന് പറഞ്ഞു. അതേസമയം കോമ്പൗണ്ട്, സംയുക്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സ് കെമിക്കൽ കോമ്പിനേഷൻ വഴി രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എലമെന്റ്സ് അവിടെ ഉണ്ട്. എലമെന്റ്സ് രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സ് കെമിക്കൽ പ്രോസസ്സുകൾ വഴി കൂടിച്ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന അത്തരം സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പൗണ്ട്സിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നും ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്നും. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട്സ് ജൈവ സംയുക്തങ്ങൾ, അജൈവ സംയുക്തങ്ങൾ എന്നിങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആർക്ക് കൊടുത്തിട്ടുണ്ട്? കോമ്പൗണ്ട്സിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? എക്സാമ്പിൾ, കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വാട്ടർ, അമോണിയ, കാർബൺ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും? കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് എലമെന്റ്സും കോമ്പൗണ്ട്സും. എലമെന്റ്സും കോമ്പൗണ്ട്സും. ഇനി നമ്മൾ നോക്കുന്നത് കോമ്പൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സും ഇനോർഗാനിക് കോമ്പൗണ്ട്സും. അപ്പം ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജീവനുള്ള വസ്തുക്കളിൽ നിന്നും, ജീവജാലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന സംയുക്തങ്ങൾ. അത്തരം സംയുക്തങ്ങൾ അല്ലെങ്കിൽ അത്തരം കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ജൈവ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ജീവജാലങ്ങളിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന കോമ്പൗണ്ട്സിനെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഹൈഡ്രോ കാർബൺസ്, അതുപോലെ ഹൈഡ്രോ കാർബൺസിന്റെ ഡെറിവേറ്റീവ്സ്. നമ്മൾ ഹൈഡ്രോ കാർബൺസിനെ ഒരു വലിയ ഭാഗമായിട്ട് തന്നെ പഠിക്കാറുണ്ട് അല്ലെ? ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഭാഗം എന്താണ്? ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഭാഗം ഏതാണ്? ഓർഗാനിക് കെമിസ്ട്രി അല്ലെ? ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ഭാഗത്തിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത് ഈ പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളെ കുറിച്ചാണ്. ഓക്കെ, ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചാണ്. അപ്പൊ ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ജൈവ സംയുക്തങ്ങളുടെ എക്സാമ്പിൾ നമുക്ക് പറയാൻ കഴിയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. ഇതൊക്കെ എവിടെ കാണുന്നതാണ്? ഈ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഒക്കെ നമ്മൾ എവിടെയാണ് കാണാറുള്ളത്? എവിടെയാ കാണാറുള്ളത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് തുടങ്ങിയവയൊക്കെ എവിടെയാണ് കാണാറുള്ളത്? നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ? കാർബോഹൈഡ്രേറ്റിന്റെ അളവ്, പ്രോട്ടീന്റെ അളവ്, ഫാറ്റിന്റെ അളവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോ അത്തരത്തിൽ ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ജീവജാലങ്ങളിൽ നിന്നും ലഭിക്കുന്ന അത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ജൈവ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ലിവിംഗ് സോഴ്സസിൽ നിന്നും, നോൺ ലിവിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നോൺ ലിവിംഗ് സബ്സ്റ്റൻസുകളിൽ നിന്നും, ജീവൻ ഇല്ലാത്തവയിൽ നിന്നും ലഭിക്കുന്ന കോമ്പൗണ്ടുകളെയാണ് ഇനോർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അജൈവ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് മാർബിൾ ഒരു കോമ്പൗണ്ട് ആണ്, പക്ഷെ അതെന്താണ്? ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ്. ബേക്കിംഗ് സോഡ കോമ്പൗണ്ട് ആണ്, ഇനോർഗാനിക് ആണ്. സോൾട്ട് കോമ്പൗണ്ട് ആണ്, പക്ഷെ എന്താണ്? ഇനോർഗാനിക് ആണ്. അങ്ങനെ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടുകളും ഇനോർഗാനിക് കോമ്പൗണ്ടുകളും ഒക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതിൽ തന്നെ എന്തുണ്ട്? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് തുടങ്ങിയ അത്തരത്തിലുള്ള സാധനങ്ങളും, ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ മാർബിൾ, ബേക്കിംഗ് സോഡ, സോൾട്ട് തുടങ്ങിയ ഒരുപാട് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എവിടെയുണ്ട്? നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ക്ലിയർ ആണോ? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണ്, ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഓർഗാനിക് കോമ്പൗണ്ട്സും ഇനോർഗാനിക് കോമ്പൗണ്ട്സും മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്തത് എന്താണ്? മിക്സ്ചേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ? മിക്സ്ചേഴ്സ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോമോജീനസ് മിക്സ്ചർ എന്നും ഹെട്രോജീനസ് മിക്സ്ചർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ?
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടോ അതിൽ കൂടുതലോ വസ്തുക്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ള, അവര് പരസ്പരം മിക്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ അവരെ നമ്മൾ പറയുന്നതാണ് മിശ്രിതം. ഓക്കെ, മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് എന്നുള്ളത്. ഇനി ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ രണ്ടോ അതിൽ കൂടുതലോ വസ്തുക്കൾ കൂടി ചേർന്നു എന്ന് പറഞ്ഞു, അവരുടെ കോമ്പോസിഷൻ യൂണിഫോം ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് എന്ത് കാണാൻ കഴിയില്ല, എന്തൊക്കെയാണ് അവിടെ മിക്സ് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ നോക്കുന്ന സമയത്ത്, ആ ഒരു മിക്സ്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കാണാൻ കഴിയില്ല എന്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, എന്തൊക്കെ വസ്തുക്കൾ കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു മിക്സ്ചർ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ള മിക്സ്ചറുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയണത്, ഹോമോജീനസ് മിക്സ്ചർ എന്ന് നമ്മൾ പറയണത്. ക്ലാസിക് എക്സാമ്പിൾസ് ആണ് ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ തുടങ്ങിയവയൊക്കെ. അപ്പോ ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ വെള്ളമാണ് നമ്മുടെ ക്ലാസിക് ആയിട്ടുള്ള സൊല്യൂഷൻ നിർമ്മിക്കുന്ന സോൾവെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ക്ലാസിക് സോൾവെന്റ് ആണ് അല്ലെ വെള്ളം എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ എന്താണ് മിക്സ് ആയി പൊക്കോളും. അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിൽ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തു, ഒരു ഗ്ലാസ്സിൽ നമ്മൾ പഞ്ചസാര മിക്സ് ചെയ്തു, ഒരു ഗ്ലാസ്സിൽ ഉപ്പ് മിക്സ് ചെയ്തു, നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അതിൽ ഏതാണ് എന്താ പറയാ ഷുഗർ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഏതാണ് സോൾട്ട് സൊല്യൂഷൻ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയോ? കണ്ണുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് എന്താണ് മിക്സ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അത്തരത്തിൽ ബൗണ്ടറീസ് വിസിബിൾ അല്ലാത്ത ടൈപ്പ് മിക്സ്ചറുകളെയാണ് നമ്മൾ ഹോമോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ഹെട്രോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോൺ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. കൃത്യമായിട്ടുള്ള കോമ്പോസിഷൻ ഒന്നും ആയിരിക്കില്ല. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ആ മിക്സ്ചറിലേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അവിടെ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ചെളിവെള്ളം എന്നുള്ളത് പറയാം. അതല്ലെങ്കിൽ നമ്മളിപ്പോ കുറച്ച് മണ്ണ്, പഞ്ചസാര, ഉപ്പ്, വെള്ളം ഇല്ലാണ്ട് മണ്ണ്, പഞ്ചസാര, ഉപ്പ്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കാണുമ്പോ തന്നെ അറിയാലേ ഇതിൽ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ ഉപ്പും പഞ്ചസാരയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും, ഉപ്പും പഞ്ചസാരയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും മണ്ണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ അത്തരത്തിൽ എന്തൊക്കെയാണ് അവിടെ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നോൺ യൂണിഫോം കോമ്പോസിഷനിൽ ഇരിക്കുന്ന മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയുന്നത്, ഹെട്രോജീനസ് മിക്സ്ചർ എന്ന പേരിൽ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഹോമോജീനസ് മിക്സ്ചർ, എന്താണ് ഹെട്രോജീനസ് മിക്സ്ചർ എന്നുള്ള കാര്യം മനസ്സിലായോ? എന്താണ് ഹോമോജീനസ് മിക്സ്ചർ? അപ്പൊ നമ്മൾ ഏകദേശം മാറ്ററിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നോക്കിയില്ലേ. മാറ്ററിന്റെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കി, അതിനുശേഷം കെമിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് വന്നു. കെമിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാ നോക്കിയത്, പ്യുവർ സബ്സ്റ്റൻസ് നോക്കി. പ്യുവർ സബ്സ്റ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള എലമെന്റ്സും കോമ്പൗണ്ട്സും നോക്കി. അതിനുശേഷം നമ്മൾ എന്ത് വന്നു, മിക്സ്ചേഴ്സിലേക്ക് വന്നു. മിക്സ്ചേഴ്സിന്റെ വന്നിട്ട് നമ്മൾ അവിടെ എന്ത് നോക്കി, അവിടെ എന്താ പറയാ ഈ പറയുന്ന കോമ്പൗണ്ടിന്റെ തന്നെ നോക്കി, എലമെന്റ്സിന്റെ നോക്കി, കോമ്പൗണ്ടിന്റെ ഓർഗാനിക് കോമ്പൗണ്ട്, ഇൻഓർഗാനിക് കോമ്പൗണ്ട് എന്നുള്ളത് നോക്കി. എലമെന്റ്സിന്റെ മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്നുള്ളത് നമ്മൾ വേറെ ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിവിടെ മെൻഷൻ ചെയ്ത് പോവാതിരുന്നത്. പിന്നെ നമ്മൾ എന്താ നോക്കിയത്, മിക്സ്ചേഴ്സിലേക്ക് വന്നപ്പം ഹോമോജീനസ് മിക്സ്ചേഴ്സ്, ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്നുള്ള ഭാഗവും നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്നുള്ളത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ജോസഫ് പ്രൗസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ജോസഫ് പ്രൗസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തത്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഒരു കെമിക്കൽ കോമ്പൗണ്ടിലെ, കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാല് ആര് കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ്? എലമെന്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് അല്ലെ. കെമിക്കൽ പ്രോസസ്സുകൾ വഴി രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നവയാണ് കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഒരു കെമിക്കൽ കോമ്പൗണ്ടിലെ ഓരോ എലമെന്റും എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മൾ വെറുതെ ഒരു കോമ്പൗണ്ട് നിർമ്മിക്കുകയാണോ ചെയ്യണത്? അല്ല. അവരുടെ മാസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ളൊരു പ്രപ്പോർഷനിലായിരിക്കും അവരെ കമ്പൈൻ ചെയ്യുന്നത്. ആ പ്രപ്പോർഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എലമെന്റ്സിനെ കൃത്യമായിട്ടുള്ള പ്രപ്പോർഷനിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് നമുക്ക് കിട്ടുന്നത്. സെയിം എലമെന്റ്സ് തന്നെ പ്രപ്പോർഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ചില എലമെന്റ്സ് തന്നെ നമ്മൾ ആ പ്രപ്പോർഷൻ മാറ്റി കൊടുത്താൽ, പ്രപ്പോർഷനിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിലും എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? അതിനൊരു എക്സാമ്പിൾ പറയേ. ആ പ്രപ്പോർഷനിൽ ഉണ്ടാവുന്ന സെയിം എലമെന്റ്സിന്റെ തന്നെ പ്രപ്പോർഷനിൽ ഉണ്ടാവുന്ന മാറ്റം കൊണ്ട് രണ്ട് കോമ്പൗണ്ടുകളായി മാറുന്നത് ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒന്ന് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയോ? നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ? ഏതെങ്കിലും ഒന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാവോ? കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, എന്നാൽ എന്താണ്, അത് രണ്ടും രണ്ടെണ്ണം ആയിരിക്കും. ഞാൻ മനസ്സിൽ വിചാരിച്ച എക്സാമ്പിൾ ആണ് ഇപ്പൊ ഇവിടെ ഗീതി പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്താണ്, അവർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഗ്യാസ് ആണ് എന്ന് പറഞ്ഞാൽ പോലും കാർബൺ മോണോക്സൈഡ് എന്താണ്, അതിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള, പോയിസണസ് ആയിട്ടുള്ള ഔട്ട്കം ആണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ H2O2 H2O H2O2 H2O ഇതൊക്കെ എന്താണ്, ഇവിടെയൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ പ്രപ്പോർഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. അപ്പൊ ഇപ്പം വെള്ളം H2O എന്ന് പറയുന്നത് എപ്പോഴും അത് വെള്ളമായിട്ട് അല്ലെങ്കിൽ H2O ആയിട്ട് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രപ്പോർഷൻ എപ്പോഴും 1:8 എന്നുള്ള പ്രപ്പോർഷൻ ആയിരിക്കണം. ഓക്കെ, 1:8 എന്നുള്ള പ്രപ്പോർഷനിൽ കൊടുത്താൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും 1:8 പ്രപ്പോർഷനിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുള്ളൂ? വെള്ളം അല്ലെങ്കിൽ H2O എന്നുള്ള കോമ്പൗണ്ട് നമുക്ക് ലഭിക്കുള്ളൂ. അത്തരത്തിൽ എന്താണ്, എല്ലാ കോമ്പൗണ്ടുകൾക്കും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഫിക്സഡ് ആയിട്ടുള്ള പ്രപ്പോർഷൻ ഉണ്ട്. അതിൽ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് മാസിലാണ് കേട്ടോ ഈ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്, അവരുടെ മാസിലാണ് ഈ പ്രപ്പോർഷൻ വരുന്നത്. അപ്പം അതിലുണ്ടാവുന്ന വ്യത്യാസത്തിനനുസരിച്ച് അവിടെ എന്തും ഉണ്ടാവുന്നുണ്ട്, അവരുടെ പ്രോപ്പർട്ടീസിലും അവരുടെ കോമ്പൗണ്ടിന്റെ എന്താ പറയാ ഔട്ട്പുട്ടിലും എല്ലാം അവിടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഇത് പ്രപ്പോസ് ചെയ്തത് ആരായിരുന്നു? ജോസഫ് പ്രോസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് നോക്കി? നമ്മളിപ്പോ എന്താ നോക്കിയേ? ഒരു കെമിസ്ട്രിയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് നോക്കി, അതുപോലെ തന്നെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷനും നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും നേരം നമ്മൾ ചെയ്തതിലും പറഞ്ഞതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളൊരു ഭാഗം കഴിഞ്ഞു, കെമിസ്ട്രിയുടെ ഫസ്റ്റ് ഭാഗം കംപ്ലീറ്റ് ആയി. ക്ലിയർ ആയോ? അപ്പൊ ഇനി ഈ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ്, ഒരു റിവിഷൻ, ഒന്നോ രണ്ടോ റിവിഷൻസ് കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലാസ് സെറ്റ് ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ മിക്സ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ നേരമായിട്ട് പറയുന്നുണ്ട് അല്ലെ, ഹോമോജീനസ് മിക്സ്ചർ, ഹെട്രോജീനസ് മിക്സ്ചർ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പറഞ്ഞു. ഒരു കാര്യവും കൂടെ ഞാനിവിടെ അത് നോട്ടായിട്ട് എഴുതി വെക്കാൻ മറന്നുപോയ ഒരു കാര്യവും കൂടെ ഞാൻ ഇവിടെ തന്നെ ഒന്ന് പറഞ്ഞു തീർക്കുകയാണ്. എവിടെയെങ്കിലും കുറച്ച് സ്പേസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ആ സ്പേസ് വെച്ചിട്ട് ഞാൻ ഒരു കാര്യവും കൂടെ പറയാം. അതെ, ഇവിടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഒരു കാര്യം ഞാൻ ആ ഒരു സ്ലൈഡ് വെക്കാൻ വിട്ടുപോയതാണ്. മാറ്ററിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വിട്ടുപോയതല്ല, ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാം നോട്ട്സ് ആക്കിയിട്ട് വേണ്ട, കുറച്ച് കാര്യങ്ങൾ ലെക്ചർ നോട്ടായിട്ടും എഴുതാനിരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ വെട്ട ഒരു ഇതാണ്. പറയുന്നതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞു പോവാം എന്നുള്ള രീതിയിൽ വെച്ചതാണ്. ഓക്കെ,
മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ മെൽറ്റിംഗ് പോയിന്റ് ആണിത്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ടു ലിക്വിഡ് ആവുന്നതാണ് അല്ലെ. സോളിഡ് ഫോം മെൽറ്റിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനെയാണ്? സോളിഡിൽ നിന്നും ലിക്വിഡ് ആവുന്നതിനെയാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മെൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ഫോമിൽ ഇരിക്കുന്ന സബ്സ്റ്റൻസ് ഉരുക്കുക എന്നൊക്കെ പറയും അല്ലെ. അത് ലിക്വിഡ് ആയിട്ട് മാറുന്നതിനെയാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിലിംഗ് പോയിന്റ് എന്താണ് എന്നുള്ള കാര്യം മാത്രമാണ് കേട്ടോ. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ്, എന്തിൽ നിന്നും എന്താവുന്നതാണ് ബോയിലിംഗ് പോയിന്റ്? ലിക്വിഡിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക്, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇവോപ്പറേഷൻ. ഇവോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവോപ്പറേഷൻ ലിക്വിഡ് ടു വേപ്പർ അല്ലെ. ലിക്വിഡ് ടു വേപ്പർ ഫോമിലേക്ക് മാറുന്ന, സ്പെസിഫൈഡ് ആയിട്ട് പറയുമ്പോൾ ലിക്വിഡിൽ നിന്നും വേപ്പർ ഫോമിലേക്ക് മാറുന്നതിനെയാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫ്രീസിംഗ് പോയിന്റ്. എന്താണ് ഫ്രീസിംഗ് പോയിന്റ്? ഫ്രീസിംഗ് പോയിന്റ് എന്താ? ലിക്വിഡിൽ നിന്നും സോളിഡ് ആവുന്നതാണ് അല്ലെ. സോളിഡിൽ നിന്നും ലിക്വിഡ് ആവുന്നത് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു. അതേസമയം ലിക്വിഡിൽ നിന്നും അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്രീസ് ചെയ്ത് സോളിഡ് ആക്കി മാറ്റുന്നതിനെയാണ്, ആ പോയിന്റ് ആണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് കണ്ടൻസേഷൻ. എന്താണ് കണ്ടൻസേഷൻ? കണ്ടൻസേഷൻ എന്താ? ഗ്യാസ് ലിക്വിഡ് ആവുന്നത്, ഗ്യാസ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആവുന്നതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് എന്താവുന്നതാണ് എന്നൊന്ന് അറിയാനായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ആവുന്നത്, ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഗ്യാസ് ആവുന്നത്, ഇവോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറുന്നത്, ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സോളിഡ് ആവുന്നത്, കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലിക്വിഡ് ആവുന്നത്. ഓക്കെ, ഇത് വെള്ളത്തിന്റെ കേസിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. സോളിഡ് വെള്ളത്തിന്റെ കേസിൽ തന്നെ നമുക്ക് ഇതിനെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. ഇനി നമ്മൾ എങ്ങോട്ടേക്ക് പോവുകയാണ്? സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്. സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം മിക്സ്ചേഴ്സ് നമ്മൾ മിക്സ് ചെയ്തു, വൺസ് ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും? അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മിക്സ്ചേഴ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും? നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ബൗണ്ടറീസ് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും നമുക്ക് അവയെ എല്ലാം ചിലപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഒരുപാട് മെത്തേഡുകൾ നമുക്ക് എങ്ങനെയുണ്ട്? സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകൾ ഉൾപ്പെടെ നമുക്ക് എന്താണ്, സിമ്പിൾ മുതൽ എന്താണ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് വലിയ വലിയ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള മെത്തേഡുകൾ വരെ എവിടെ നമുക്ക് നോക്കാനുണ്ട്? മിക്സ്ചേഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് നോക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു 8 മെത്തേഡുകളെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അറിയേണ്ടുന്നതുമായിട്ടുള്ള 8 ടൈപ്സ് ഓഫ് സെപ്പറേഷൻസ്, മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന 8 മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെറ്റാണോ? പോവാം, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
അപ്പൊ ആദ്യം നമുക്ക് ആ മെത്തേഡുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഫിൽട്രേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ക്രൊമാറ്റോഗ്രഫി, സെഡിമെന്റേഷൻ, സബ്ലിമേഷൻ, സെൻട്രിഫ്യൂഗേഷൻ. ഇങ്ങനെ 8 മെത്തേഡുകളാണ് നമ്മൾ നോക്കുന്നത്. ഈ 8 മെത്തേഡ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, ഇതല്ലാണ്ടെയും ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന 8 മെത്തേഡുകളെ കുറിച്ച് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലിക്വിഡിൽ നിന്നും, ഏതെങ്കിലും ഒരു ലിക്വിഡിൽ നിന്നും സോളിഡ് പാർട്ടിക്കിൾസ്, അപ്പൊ ഒരു ലിക്വിഡില് സോളിഡ്, ഇപ്പൊ ഒന്നും വേണ്ട, നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പാത്രത്തില് നമ്മൾ വെള്ളം എടുത്തു, അതിനകത്ത് മണ്ണ് നമ്മൾ മിക്സ് ചെയ്യാണ്. മണ്ണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, അല്ലെങ്കിൽ ഫിൽട്രേഷന് ബെസ്റ്റ് എക്സാമ്പിൾ മണ്ണ്, മറ്റേ എന്താ പറയാ, വെള്ളം എന്നൊന്നും പറയണ്ട, ഫിൽട്രേഷൻ എന്നുള്ള മെത്തേഡിന് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ പറയാൻ പറ്റും ഫിൽട്രേഷന്. ഏതാണെന്നൊന്ന് പറയാൻ നോക്കട്ടെ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. ചായ, അല്ലേ? ചായ, നമ്മൾ ചായയിൽ എന്താ ചെയ്യുക, ചായ വെച്ച് കഴിഞ്ഞാല് അതിന്റെ ബാക്കിയുള്ള ചായയുടെ ബാക്കിയുള്ള തരികൾ ഉണ്ടല്ലോ, അത് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അരിപ്പ വഴി അരിച്ചിട്ടാണ് അല്ലെ ചെയ്യുന്നത്. അരിക്കുന്നത് തന്നെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്, ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ലിക്വിഡിൽ മിക്സ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ വളരെ പെട്ടെന്നും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ എങ്ങനെയാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബീക്കർ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു കോണിക്കൽ ഫ്ലാസ്ക് വെക്കും. ആ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ ഈ മിക്സ് ആയിട്ടുള്ള സസ്പെൻഷൻ എന്താണോ ആ മിക്സ്ചർ, അതിനെ നമ്മൾ ആ കോണിക്കൽ ഫ്ലാസ്കിൽ കൂടെ ഒഴിക്കും. അത് താഴേക്ക് വരുന്നത് വഴിയാണ്. അപ്പൊ ഇത് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് അവിടെ ഫിൽട്ടർ പേപ്പർ ഉപയോഗിക്കാം. കോണിക്കൽ ഫ്ലാസ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, ഫിൽട്ടർ പേപ്പർ ആണ് ഇവിടെ വെക്കുന്നത്. ഫിൽറ്റർ പേപ്പർ ആണ് ഇവിടെ വെക്കുന്നത്, അല്ലെങ്കിൽ ഫിൽറ്ററിന് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇവിടെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്ക് നമ്മൾ ആ സസ്പെൻഷൻ ഒഴിക്കുകയാണ്. അപ്പൊ നമുക്ക് താഴെ കിട്ടുന്നത്, ആ താഴെയുള്ള ബീക്കറിലേക്ക് നമുക്ക് കിട്ടുന്നത് ക്ലിയർ ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് മാറിയിട്ടുള്ള ലിക്വിഡ് ആയിരിക്കും കിട്ടുന്നത്. ബാക്കിയുള്ള സോളിഡ് പാർട്ടിക്കിൾസ് റെസിഡ്യൂ ആയിട്ട് ആ ഫിൽട്ടർ പേപ്പറിൽ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടും. മനസ്സിലായോ? അതാണ് ഫിൽട്രേഷൻ എന്നുള്ള മെത്തേഡ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മെത്തേഡാണ് ഫിൽട്രേഷൻ. ജയ്ക്ക് കോഫി മതി എന്ന് പറയണ്ട, അതാകുമ്പോ അരിക്കണ്ടാലോ, അല്ലെ? ഫിൽട്രേഷൻ എന്നുള്ള കാര്യം മനസ്സിലായോ? ആണോ? എന്താണ് ഫിൽട്രേഷൻ എന്നുള്ള മെത്തേഡ്? അതായത് ലിക്വിഡിൽ മിക്സ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ ഏറ്റവും ക്വിക്കായിട്ടും കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്യാൻ കഴിയുന്ന മെത്തേഡാണ് ഫിൽട്രേഷൻ. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക, നമ്മൾ ഏതൊരു മെത്തേഡ് പറയുമ്പോഴും എല്ലാറ്റിനും അത് പോസിബിൾ ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സോളിഡ് പാർട്ടിക്കിൾസ്, ചിലപ്പം ഈ ഫിൽറ്റർ പേപ്പറിൽ കൂടെയും എന്താണ് പാസ് ചെയ്ത് പോവാൻ കഴിയുന്ന ടൈപ്പ് പാർട്ടിക്കിൾസ് ഉള്ള മിക്സ്ചർ ഉണ്ടാവും. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് അതിൻ്റെതായിട്ടുള്ള വേറെ ഏതെങ്കിലും മെത്തേഡ് നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ അല്ലേ? അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മിക്സ്ചർ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫിൽട്രേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ മെത്തേഡും എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കണം. അപ്പം ഫിൽട്രേഷൻ എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ എന്നുള്ള മെത്തേഡാണ്. ക്രിസ്റ്റലൈസേഷൻ നമ്മൾ എന്താ ചെയ്യണത്, എന്തിനു വേണ്ടിയിട്ടാണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് സോളിഡ്സിന്റെ മിക്സ്ചർ, നേരത്തെ നമ്മൾ ഫിൽട്രേഷൻ എന്നുള്ളത് എന്താ പറഞ്ഞത്, ലിക്വിഡിൽ മിക്സ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് എന്ത് പറഞ്ഞത്, ഫിൽട്രേഷൻ എന്ന് പറഞ്ഞത്. അതേസമയം ഇവിടെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോളിഡ്സിന്റെ മിക്സ്ചർ. സോളിഡ്സ് ആണ് അവിടെ മിക്സ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ മിക്സ് ചെയ്തിരിക്കുന്ന സോളിഡ്സിനെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെന്റ് ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയാൻ കഴിയുക, ഷുഗറിന്റെ മിക്സ്ചർ, ഷുഗറും സോൾട്ടും നമ്മൾ ഉപ്പും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈഥൈൽ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഷുഗറും സോൾട്ടും പഞ്ചസാരയും ഉപ്പും കൂടെ മിക്സ് ആയതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ആ മെത്തേഡാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ?
നിങ്ങൾ ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? മനസ്സിലായോ? ക്രിസ്റ്റലൈസേഷൻ എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ആ മെത്തേഡ് നോക്കുന്നുണ്ട്. എങ്ങനെയാണ് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണത്? ആ സോൾവെന്റ് ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ, ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്? ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞു. ആ സോൾവെന്റ് നമ്മൾ എടുത്തു. എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആ സോളിഡ് ഉണ്ടല്ലോ, ആ സോളിഡിനെ നമ്മൾ ആ സോൾവെന്റിലേക്ക് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യാണ്? നല്ല രീതിയിൽ ഇത് എന്ത് ചെയ്യും? ഇളക്കി കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സോളിഡ് ആ സോൾവെന്റിൽ നല്ല രീതിയിൽ ഡിസോൾവ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മിക്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ സൊല്യൂഷനെ ചൂടാക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ സോൾവെന്റും ഇവോപ്പറേറ്റ് ചെയ്ത് പോവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ സൊല്യൂഷനെ നമ്മൾ നല്ല രീതിയിൽ ചൂടാക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ്? അടുത്ത സ്റ്റെപ്പില് ഈ ചൂടാക്കി കഴിയുന്ന സമയത്ത് സൊല്യൂഷൻ ഉണ്ടല്ലോ, സൊല്യൂഷൻ നമ്മൾ തണുപ്പിക്കാൻ വെക്കും. ചൂടാക്കി കഴിഞ്ഞാൽ അത് തണുപ്പിക്കാൻ വെക്കും. തണുപ്പിച്ച് കഴിയുമ്പോൾ അവിടെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ഓക്കെ, ക്രിസ്റ്റൽസ് അവിടെ എന്താവും? ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. നമ്മൾ ചൂടാക്കി കഴിഞ്ഞിട്ട് അതിനെ തണുപ്പിക്കാൻ വെക്കുമ്പോൾ ഇവിടെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ഈ എന്താ പറയാ, തണുപ്പിച്ചിരിക്കുന്ന ഈ സൊല്യൂഷനെ നമ്മൾ ഒരു ഫിൽട്ടർ പേപ്പറിന്റെ ഷീറ്റ്, ഓക്കെ, ഫിൽട്ടർ പേപ്പർ ഷീറ്റ്, 2 ഷീറ്റുകളുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രസ് ചെയ്യും. ഓക്കെ, ഈ ക്രിസ്റ്റൽസിനെ, ഈ കോൾഡ് ആയിട്ടുള്ള സൊല്യൂഷനെ 2 ഫിൽട്ടർ പേപ്പറിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് കിട്ടും? ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആ ക്രിസ്റ്റൽസ് ആണ് നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റുക? അത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരെണ്ണം ആ സോൾവെന്റിൽ കൂടെ മിക്സ് ആയി പോയിട്ടുണ്ടാവും, ഒരെണ്ണം നമുക്ക് ഈ ക്രിസ്റ്റൽ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്രിസ്റ്റലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഏതൊക്കെ സോളിഡ്സ് ആണോ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സെപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കുക. അതിന് ആപ്റ്റ് ആയിട്ടുള്ള സോൾവെന്റ് എടുക്കുക. ഈ എന്താ പറയാ, മിക്സ് ചെയ്യേണ്ട മിക്സറും ആ സോൾവെന്റും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ചൂടാക്കുക. നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിനെ തണുപ്പിക്കാനായിട്ട് വെക്കുക. തണുത്ത് കഴിയുമ്പോഴത്തേക്കും ക്രിസ്റ്റൽസ് അവിടെ ഫോം ചെയ്യും. ആ ക്രിസ്റ്റൽസിനെ എന്നിട്ട് ഈ കോൾഡ് ആയിട്ടുള്ള സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 ഫിൽട്ടർ പേപ്പേഴ്സിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും? ക്രിസ്റ്റൽസ് നമുക്ക് ആ പേപ്പറിലേക്ക് മാറി കിട്ടും. ആ രീതിയിൽ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? എങ്ങനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്നുള്ള പ്രോസസ്സ്, എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? അടുത്ത മെത്തേഡിലേക്ക് പോവുകയാണ്. ഡിസ്റ്റിലേഷൻ എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഇനി അടുത്തതിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ, നോർമലി ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള ആൾക്കാരെല്ലാം എന്തായിരിക്കും? ലിക്വിഡ് തന്നെ ആയിരിക്കും. ഒരു ലിക്വിഡ് മിക്സ്ചർ ആയിരിക്കും. എല്ലാവരും ലിക്വിഡ് ആയിരിക്കും. നമ്മളപ്പോ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിനെ സെപ്പറേറ്റ് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട്സിന്റെ വൊളറ്റാലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യുക. വൊളറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറയാവോ? അതായത് ഒരു ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ലിക്വിഡ്സിന്റെയും ബോയിലിംഗ് പോയിന്റ് സെയിം ആയിരിക്കില്ല. അപ്പൊ ആ ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫറൻസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? വേപ്പറൈസേഷനും കണ്ടൻസേഷനും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? നമ്മൾ ആ ഒരു ബീക്കറിലേക്ക് എടുക്കും, ചൂടാക്കും. ഡിസ്റ്റിലിംഗ് ഫ്ലാസ്ക് ആണിത്. എന്നിട്ട് എന്ത് ചെയ്യും? തെർമോമീറ്റർ വെച്ചിട്ട് ആ ടെമ്പറേച്ചർ നമ്മൾ അവിടെ കണക്കാക്കി എടുക്കും. വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ കണ്ടൻസറിലേക്ക് വരുന്നുണ്ട്. അകത്തേക്ക് വെള്ളം ഇതുവഴി കൊടുക്കും, ഇത് കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വരുന്ന സാധനം നമുക്ക് എങ്ങോട്ടേക്കും കിട്ടും? ഈ ഫ്ലാസ്കിലേക്ക് നമ്മൾ റിസീവ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മൾ നോർമലി ചെയ്യണത് ഈ ഒരു ഡിസ്റ്റിലേഷൻ എന്നുള്ളത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്, അതായത് എങ്ങനെയാണ് നമ്മൾ, അല്ലെങ്കിൽ എന്തിന്റെ സെപ്പറേഷൻ ആണ് ഡിസ്റ്റിലേഷൻ എന്നുള്ളത്? നമ്മൾ കേൾക്കാറുള്ള, നമ്മളെല്ലാരും കേട്ടിട്ടുള്ള വാക്കാണ് ഡിസ്റ്റിലേഷൻ എന്നുള്ളത്. എന്തിന്റെ സെപ്പറേഷൻ ആണ് ഡിസ്റ്റിലേഷൻ എന്നുള്ള ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്?
പറയാവോ? എന്തിന്റെ സെപ്പറേഷൻ ആണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്റ്റിലേഷൻ എന്നുള്ളത് യൂസ് ചെയ്യാറുള്ളത്? അസറ്റോണിൽ നിന്നും വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ ഡിസ്റ്റിലേഷൻ എന്നുള്ളത് വാട്ടർ ഫ്രം അസറ്റോൺ, അസറ്റോണിൽ നിന്നും വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ, അതുപോലെ ആൽക്കഹോൾ മിക്സ്ചറിൽ നിന്നും വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ. ഓക്കെ, ആൽക്കഹോൾ മിക്സ്ചറിൽ നിന്നും വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഡിസ്റ്റിലേഷൻ എന്നുള്ള മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ ലെവലിൽ ഡിസ്റ്റിലേഷൻ എന്നുള്ളത് ഡിസ്റ്റിൽഡ് വാട്ടർ കേട്ടിട്ടുണ്ടോ? ഡിസ്റ്റിൽഡ് വാട്ടർ എന്താണ് ആ ഡിസ്റ്റിൽഡ് വാട്ടർ? നമ്മളൊക്കെ ബോട്ടിൽഡ് വാട്ടർ അല്ലെ, മിനറൽ വാട്ടർ എന്നും പറഞ്ഞിട്ട് നമ്മളൊക്കെ കുടിക്കുന്ന സാധനം ഡിസ്റ്റിൽഡ് വാട്ടർ ആണോ? ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ മിനറൽ മാറ്ററിനെ നമ്മൾ സലൈൻ വാട്ടറിൽ നിന്നും, ഓക്കെ, അവിടെയൊക്കെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്നുള്ളത്. അതായത് ഈ പ്യൂരിറ്റി പ്യുവർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്, ഡീസലൈനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ് ഉണ്ട്. അതെന്താന്ന് പറയാവോ? ഡീസലൈനേഷൻ എന്നൊരു പ്രോസസ് ഉണ്ട്. അതെന്താണെന്ന് പറയാവോ? അറിയാവുന്നവര്? ഡീസലൈനേഷൻ എന്നുള്ളൊരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് എന്താണ് എന്നറിയുന്നവരൊന്ന് വേഗം നോക്കട്ടെ. ഡീസലൈനേഷൻ എന്നുള്ളത് എന്താണ് പ്രോസസ്? അറിയാവുന്നവരൊന്ന് വേഗം പറഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്താണ് ഡീസലൈനേഷൻ? സീ വാട്ടറിൽ നിന്നും, അതായത് നമ്മൾ സലൈൻ വാട്ടറിൽ നിന്നും മിനറൽ മാറ്റർ, അതിപ്പം ഉപ്പ് മാത്രമായിരിക്കില്ല, ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുള്ളതാണ് അല്ലെ കടൽ വെള്ളം എന്ന് പറയുന്നത്. ആ സലൈൻ വാട്ടറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? മിനറൽ മാറ്ററുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ പ്രോസസ്സിനെ സെപ്പറേറ്റ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് പറയുന്ന പേരാണ് ഡീസലൈനേഷൻ. സലൈൻ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡീസലൈനേഷൻ. ഡിസ്റ്റിലേഷൻ തന്നെയാണ്, അതിനെ സെപ്പറേറ്റ് ആയിട്ട് കടൽ വെള്ളം ആയതുകൊണ്ട് നമ്മൾ അതിന് സെപ്പറേറ്റ് പേര് പറയുന്നു, അതാണ് ഡീസലൈനേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഡീസലൈനേഷൻ, ഡിസ്റ്റിലേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദിസ്. ക്ലിയർ ആണോ? ഡിസ്റ്റിലേഷൻ എന്താണെന്നും ഡീസലൈനേഷൻ എന്താണെന്നും മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഡീസലൈനേഷൻ എന്താണെന്നും ഡിസ്റ്റിലേഷൻ എന്താണെന്നും മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അടുത്ത മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? ഇതിന്റെയൊക്കെ മലയാളം വേണമായിരുന്നില്ലേ നിങ്ങൾക്ക്? ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാല് സ്വേദനം എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് അറിയാവുന്നതിന്റെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. സ്വേദനം എന്നാണ് ഡിസ്റ്റിലേഷൻ പറയുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാല് ആംശിക സ്വേദനം എന്നാണ് പറയുക. ഓക്കെ, ആംശിക സ്വേദനമാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്, ഓക്കെ, മിക്സ് ചെയ്ത് പോകുന്ന അത്തരത്തിലുള്ള, അതായത് മിക്സ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ലിക്വിഡ്സ് ഉണ്ടാവും അല്ലെ. അതായത് മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ പെർഫെക്റ്റ് മിക്സ്ചർ ആയിട്ട് മാറുന്ന ടൈപ്പ് ലിക്വിഡ്സ് ആയിരിക്കും. അവരുടെ ബോയിലിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെ അടുത്തായിരിക്കും. നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ്സിലുള്ള ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യണത് എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്താ പറയാ, ഇവരുടെ ബോയിലിംഗ് പോയിന്റ്സ് വളരെ ക്ലോസ് ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിപ്പീറ്റ് ആയിട്ടുള്ള വേപ്പറൈസേഷൻ, കണ്ടൻസേഷൻ തുടങ്ങിയ പ്രോസസ്സുകൾ ഫോളോ ചെയ്യണം. എന്തുപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണത്? ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യണത്. അത്തരത്തിലുള്ള ഡിസ്റ്റിലേഷൻ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, അത്തരത്തിലുള്ള ഡിസ്റ്റിലേഷനെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായെങ്കിൽ ഞാൻ പ്രോസസ്സ് പറഞ്ഞുതരാം. മനസ്സിലായോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്താണെന്നുള്ളത്? ക്ലോസ് ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന വേപ്പറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ പ്രോസസ്സുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ടൈപ്പാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ലിക്വിഡിനെ നമ്മൾ ഒരു ബീക്കറിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ചൂടാക്കും.
ഓക്കെ, നമ്മൾ ആദ്യം ചൂടാക്കും, ഒരു ഫ്ലാസ്കിൽ വെച്ചിട്ട് അത് ചൂടാക്കും. ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അവിടെ ചൂടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, വേപ്പേഴ്സ് ഫോം ചെയ്യും അല്ലെ, നീരാവി ഫോം ചെയ്യും. അത് എങ്ങോട്ടേക്കാണ് കയറി പോകുന്നത്, ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലേക്കാണ് ഈ വേപ്പേഴ്സ് കയറി പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ബോയിലിംഗ് പോയിന്റ് ഉള്ള ആൾക്കാരുടെ മിക്സറിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്, മിക്സ് ചെയ്തത് അല്ലെ. അപ്പോ വേപ്പർ പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാല് ഹയർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആളുടെയും ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആളുടെയും വേപ്പർ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതില് ഉണ്ടാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആളുടെ വേപ്പർ ഉണ്ടല്ലോ, അത് മുകളിലേക്ക് കയറി പോകും. ഓക്കെ, ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആൾക്കാരുടെ വേപ്പർ മുകളിലേക്ക് കയറി പോകും. ദെൻ എന്ത് സംഭവിക്കും, ആ കണ്ടൻസറിൽ അത് കണ്ടൻസ് ആവും. ഓക്കെ, കണ്ടൻസ് ആയി നിൽക്കും. മനസ്സിലായോ, കണ്ടൻസർ മുകളിലേക്ക് കയറിപ്പോയി അവിടെ എന്ത് സംഭവിക്കും, കണ്ടൻസറിൽ കണ്ടൻസ് ആയിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, അതിനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കണ്ടൻസറിൽ കണ്ടൻസായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. ഹയർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്, ഓക്കെ, അവിടെ നമുക്ക് എന്ത് സംഭവിക്കും, അത് ഇവിടെ തന്നെ റിമൈൻ ചെയ്ത് നിൽക്കും. അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, ഡിസ്റ്റിൽ ചെയ്ത് എടുക്കാനായിട്ടും പറ്റും. മനസ്സിലായോ, ക്ലിയർ ആണോ? അപ്പോൾ ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആളുടെ വേപ്പറിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് അവിടെ ഡിസ്റ്റിലായി കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും, അതിനെ വേറൊരു വഴി കൂടെ ഡിസ്റ്റിൽ ലിക്വിഡ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. ഈ പ്രോസസ്സാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരാളും റെസ്പോണ്ട് ചെയ്യണ്ടായിരുന്നില്ല കുറച്ചു നേരമായിട്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, മനസ്സിലായല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സ്. ഇപ്പൊ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്, ക്രൂഡ് ഓയിൽ സെപ്പറേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ഓക്കെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഒക്കെയാണ് ക്രൂഡ് ഓയിൽ എന്നുള്ളതിൽ നമ്മൾ അവിടെ ചെയ്യുന്നത്. ഭൂമിയുടെ എന്താ പറയാ താഴെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഭൂമിയുടെ അടിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ക്രൂഡ് ഓയിൽ കിട്ടുന്നത്. ഡ്രില്ല് ചെയ്തെടുക്കുന്നതാണ് അല്ലെ. അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ടാണോ നമുക്ക് കിട്ടുന്നത്, അല്ല, ഹൈഡ്രോ കാർബൺസിന്റെ മിക്സ്ചർ ആയിട്ടാണ് നമുക്ക് കിട്ടുക അല്ലെ. ഹൈഡ്രോ കാർബൺസിന്റെ മിക്സ്ചർ ആയിട്ടാണ് കിട്ടുക. അപ്പൊ അതിന്റെ ബോയിലിംഗ് പോയിന്റ്സ് തമ്മിൽ, ഈ ഹൈഡ്രോ കാർബൺസിന്റെ ബോയിലിംഗ് പോയിന്റ്സ് തമ്മിൽ എന്തുണ്ടാവില്ല, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്രോള്, ഡീസല്, കെറോസിൻ, നാഫ്ത തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിക്ക് അടിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് ഹൈഡ്രോ കാർബൺസിന്റെ ഒരു മിക്സ്ചർ ആയിരിക്കും. അതിൽ നിന്നും ഇവരുടെയൊക്കെ ബോയിലിംഗ് പോയിന്റ് ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതിൽ നിന്നും അവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്, പെട്രോള്, ഡീസല്, കെറോസിൻ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാല് കളേർഡ് പിഗ്മെന്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, കളറുള്ള പിഗ്മെന്റുകളെ എന്താ പറയുക, സെപ്പറേറ്റ് ചെയ്യാൻ. അതിനവിടെ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് അഡ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സാണ്. അതായത് ക്രൊമാറ്റോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് അഡ്സോർപ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് ക്രൊമാറ്റോഗ്രഫി എന്താന്ന് ആദ്യം ചോദിക്കാം. ഓക്കെ, അപ്പം ഇതില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാനായിട്ടായിരുന്നു ഈ ഒരു മെത്തേഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അഡ്സോർപ്ഷൻ എന്നുള്ള ഫിനോമിനൻ ആണ് അവിടെ ഫോളോ ചെയ്യണത്. കാപ്പിലാരിറ്റി അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ ഗ്രാവിറ്റേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ലിക്വിഡ്സ് പൊങ്ങി വരുന്ന ആ ഒരു പ്രോസസ്സാണ് കാപ്പിലാരിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതില് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിൽ എന്താണോ മിക്സ് ആയിരിക്കുന്നത് ആ പാർട്ടിക്കിൾസ് ഈ സോൾവെന്റിനോടൊപ്പം തന്നെ എന്താവും, മേലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. ഓക്കെ, അപ്പൊ പക്ഷെ ഇത് എങ്ങനെയാണ് പൊങ്ങി വരിക, ഈ ഒരു ഫിൽറ്റർ പേപ്പറിൽ ത്രൂ ആയിരിക്കും ഇത് പൊങ്ങി വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഫിൽറ്റർ പേപ്പറും ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസും തമ്മിൽ എന്തുണ്ടാവും, ഒരു അട്രാക്ഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അട്രാക്ഷൻ അവിടെ ഉണ്ടാവുന്ന
ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് അട്രാക്ഷൻ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എവിടെ അറ്റാച്ച്ഡ് ആവും? ഈ ഫിൽറ്റർ പേപ്പർ, അതായത് ക്രൊമാറ്റോഗ്രഫി പേപ്പർ, അതിലെന്താവും? അത് അറ്റാച്ച്ഡ് ആവും. ഓക്കെ, അതിനെയാണ് ആ അറ്റാച്ച്ഡ് ആവുന്ന, അതായത് ആ അട്രാക്ഷൻ കാരണം അവിടെ അറ്റാച്ച്ഡ് ആവുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഈ നമുക്ക് അപ്പം ഈ അഡ്സോർപ്ഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാർട്ടിക്കിൾസ് ഫിൽറ്റർ പേപ്പറിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെ? അവരുടെ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ, എല്ലാ പാർട്ടിക്കിൾസും ഒരേ റേറ്റിലായിരിക്കില്ല അഡ്സോർബ് ആയിട്ടുണ്ടാവുക, അല്ലെ? അപ്പൊ നമുക്ക് അറിയാവുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന്റെ അഡ്സോർപ്ഷൻ റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? മനസ്സിലായോ? ക്ലിയർ ആണോ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത്? മനസ്സിലായോ? അപ്പൊ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളേർഡ് പിഗ്മെന്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ആണ്. അവിടെ എന്താ ഉണ്ടാവണേന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കാപ്പിലാരിറ്റി എന്നുള്ള ആ ഒരു എന്താ പറയാ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മുകളിലേക്ക്, സോൾവെന്റിനോടൊപ്പം തന്നെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരും. അവിടെ എന്തുണ്ട്? ക്രൊമാറ്റോഗ്രഫി പേപ്പർ അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പർ നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഈ കയറി വരുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഫിൽറ്റർ പേപ്പറിലോട്ട് അട്രാക്റ്റഡ് ആയിട്ട് അവിടെ അഡ്സോർബ് ആവും, അതായത് അറ്റാച്ച്ഡ് ആവും. ആ പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എല്ലാ പാർട്ടിക്കിൾസിലും ഒരേ അഡ്സോർപ്ഷൻ റേറ്റ് ആയിരിക്കില്ല ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ആ ഫിൽറ്റർ പേപ്പറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിനെ അതിന്റെ അഡ്സോർപ്ഷൻ റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ക്ലിയർ ആണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് സെഡിമെന്റേഷൻ. ഓക്കെ, സെഡിമെന്റേഷൻ എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ ഒരു മിക്സ്ചറിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മിക്സ്ചറിലുള്ള ഹെവിയർ ആയിട്ടുള്ള, അതായത് വെയിറ്റ് കൂടിയിട്ടുള്ള കോമ്പണന്റ് എന്ത് ചെയ്യാണ്? അവിടെ സെറ്റിലാവുകയാണ്. ഓക്കെ, വെള്ളത്തിന്റെ താഴെ വന്ന് സെറ്റിലാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള സെപ്പറേഷൻ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതില് നമുക്ക് ഇത് ഏത് എന്താ പറയാ ടൈപ്പ് മിക്സ്ചേഴ്സിനാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരെണ്ണം ലിക്വിഡും ഒരെണ്ണം ഇൻസോല്യൂബിളും ആയിരിക്കണം. ഓക്കെ, ഒരെണ്ണം ലിക്വിഡും ഒരെണ്ണം ഇൻസോല്യൂബിളും ആണെങ്കിൽ അത്തരത്തിലുള്ള മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെവിയർ ആയിട്ടുള്ള ഒരു മിക്സ്ചറിലുള്ള ഹെവിയർ കോമ്പണന്റ് താഴെ വന്ന് സെറ്റിൽ ഡൗൺ ആവുന്ന സമയത്ത്, നമുക്ക് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് താഴെ വന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ പ്രോസസ്സിനെയാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡീകന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിക്സ്ചറിലുള്ള ലിക്വിഡ് കോമ്പണൻസിനെ, അതായത് സോളിഡ് കോമ്പണൻസ് താഴെ സെഡിമെന്റ്സ് ആയിട്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞു സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ താഴെയുള്ള സെഡിമെന്റ് ആയി കിടക്കുന്ന അടിഞ്ഞുകൂടിയ വസ്തുക്കളെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് സെഡിമെന്റേഷൻ. അതേസമയം നമുക്ക് വേണ്ടത് ആ ലിക്വിഡ് ആണ്. നമുക്ക് ആവശ്യമുള്ള ഒരു ലിക്വിഡിലേക്ക് എന്തൊക്കെയോ വന്ന് മിക്സ് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യും. യൂസ് ചെയ്തിട്ട് താഴെ എന്താണ്? ഈ സോളിഡ് കോമ്പൗണ്ട്, ആ മിക്സ്ചറിൽ അടങ്ങിയിരിക്കുന്ന സോളിഡ് കോമ്പൗണ്ടുകൾ താഴെ വന്നിട്ട് എന്താവും? സെറ്റിൽ ഡൗൺ ചെയ്യും. എന്നിട്ട് നമുക്ക് മേലെ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് കിട്ടും. ആ ലിക്വിഡ് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകന്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ സെഡിമെന്റേഷൻ എന്താണെന്നും ഡീകന്റേഷൻ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ചെളിവെള്ളമാണ് ഇതിന് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് പറയാൻ കഴിയുക. എങ്ങനെയാണ്? ഇപ്പൊ വെള്ളവും മണ്ണും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു, നമുക്ക് രണ്ടും ഒരുപോലെ അതായത് വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ചെളി മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ചു നേരം നമ്മൾ എന്ത് ചെയ്താൽ മതി? അനങ്ങാണ്ട് അത് ഒരു ഭാഗത്ത് വെച്ചാൽ മതി. വേറെ കാര്യമായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ പാത്രത്തിന് നമ്മൾ കുറച്ചു നേരം ഒന്നും ചെയ്യാണ്ട് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറെ നേരം കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് മേലെ വെള്ളം തെളിഞ്ഞു വരികയും ആ ചെളി എല്ലാം കൂടെ താഴെ പോയി അടിഞ്ഞു പോവുകയും ചെയ്യും. ആ അടിഞ്ഞു പോകുന്നതിനെയാണ് സെഡിമെന്റേഷൻ എന്നും ഈ മേലെ നിന്നുള്ള ആ ലിക്വിഡിനെ പുറത്തേക്ക് എടുക്കുന്ന മെത്തേഡാണ് നമ്മൾ ഡീകന്റേഷൻ എന്നും പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ എന്താണ് സെഡിമെന്റേഷൻ എന്നുള്ള കാര്യം? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തതാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഉത്പതനം എന്നാണ് പറയുക.
സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന, ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് അറിയാവുന്നതിന്റെ വാക്കുകളൊക്കെയാണ് ഞാൻ പറയണത്. അതല്ലാണ്ട് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്തേ എല്ലാം പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളതിന്റെ ഒന്നും പറയാത്തത്. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന്റെ മലയാളം നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഞാനതിവിടെ മെൻഷൻ ചെയ്യണതായിരിക്കും. ഇനി അതല്ല, അറിയില്ല, ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില വസ്തുക്കള് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാല് നോർമലി നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ് എന്നാണ് നമ്മൾ പറയാറ് അല്ലെ. അതായത് സോളിഡ് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അത് ലിക്വിഡ് ആയിട്ട് മാറും, എഗെയിൻ അത് ചൂടാവുന്ന സമയത്ത് പിന്നീട് അത് മാറിയിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. ഇതാണ് നോർമലി പറയുന്ന ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം ചില വസ്തുക്കള് എന്തുണ്ടാവും എന്നറിയാം, നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ലിക്വിഡ് ആവാണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറും. ഓക്കെ, അത്തരത്തിലുള്ള ആ പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് ചൂടാക്കുന്ന സമയത്ത് ലിക്വിഡ് ആവാണ്ട് ഡയറക്റ്റ് ഗ്യാസ് ആയി മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എല്ലാ വസ്തുക്കൾക്കും എന്തില്ല, ഈ പ്രോപ്പർട്ടി ഇല്ല അല്ലെ. എല്ലാ വസ്തുക്കളുടെയും പ്രോപ്പർട്ടി എങ്ങനെയാണ്? സോളിഡിൽ നിന്നും ലിക്വിഡ് ആവുന്നു, ലിക്വിഡിൽ നിന്നും ഗ്യാസ് ആവുന്നു. പക്ഷെ ചില വസ്തുക്കൾ മാത്രം സോളിഡിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവുന്നു. അപ്പോ ഇങ്ങനെ ഒരു വസ്തുവും ഇങ്ങനെ ഒരു വസ്തുവും കൂടെ പരസ്പരം മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഈ വസ്തുവിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലേ? കാരണം എന്താണ്? ചൂടാവുന്ന സമയത്ത് ഇത് മാത്രം എന്തായിരിക്കും? നോർമലി ഉള്ള ഒരു വസ്തു എങ്ങനെയാണ് മാറുന്നത്? സോളിഡിൽ നിന്നും അത് ലിക്വിഡ് ആയിട്ട് മാറും. അതേസമയം അതിന്റെ കൂടെ മിക്സ് ആയിട്ടുള്ള ഈ വസ്തു എന്താവും? സോളിഡിൽ നിന്നും അവിടെ ലിക്വിഡ് ആവില്ല, അവര് ഗ്യാസ് ആയിട്ട് പൊക്കോളും. അപ്പൊ നമുക്ക് അവിടെ ലിക്വിഡ് ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് നമുക്ക് അവിടെ ലിക്വിഡ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളുടെ സെപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും? സബ്ലിമേഷൻ എന്നുള്ള ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കർപ്പൂരത്തിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ, കർപ്പൂരം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. സബ്ലിമേഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ക്യാംഫർ അല്ലെങ്കിൽ കർപ്പൂരം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇമ്പ്യൂരിറ്റീസ് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് ഈ രീതിയിൽ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെന്താണ്? സോഡിയം ക്ലോറൈഡ്, അയഡിൻ, ഇവരുടെ സെപ്പറേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞതുപോലെ സബ്ലിമേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അയഡിൻ ആൻഡ് സോഡിയം ക്ലോറൈഡ് സെപ്പറേഷനും ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? സബ്ലിമേഷൻ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? സബ്ലിമേഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സെപ്പറേഷൻ ഓഫ് മിക്സേഴ്സിന്റെ ലാസ്റ്റ് കാര്യത്തിലേക്ക് വരികയാണ്, സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മള് വളരെ സ്പീഡിൽ സ്പിൻ ചെയ്യാണ്. ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഹയർ മാസ് ഉള്ള, അതായത് മാസ് കൂടിയ ആൾക്കാർ എന്തുണ്ടാവുമെന്നറിയോ? സെന്ററിൽ നിന്നും ദൂരേക്ക് വരും. ഓക്കെ, അതേസമയം മാസ് കുറഞ്ഞ ആൾക്കാർ സെന്ററിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള സെപ്പറേഷൻ മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. എനിക്ക് ഈ സെൻട്രിഫ്യൂഗേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സെൻട്രിഫ്യൂഗേഷൻ എന്നുള്ളത് ഒരു എക്സാമ്പിൾ. ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ, പക്ഷെ ഈ സാധനം നമ്മൾ ചെയ്യാറുണ്ട്. കേർഡ് സെപ്പറേഷൻ, തൈര് കടയുന്നത് അങ്ങനെയാണ്. സെൻട്രിഫ്യൂഗേഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് തൈര് കടയുന്നത്. ഹയർ മാസ് ഉള്ള ആൾക്കാർ പുറത്തേക്ക് ദൂരേക്ക് വരികയും, നമ്മളിങ്ങനെ ഒരു എന്താ പറയാ, ഒരു പാത്രത്തിൽ നമ്മളിങ്ങനെ തൈര് കടയുന്ന സമയത്ത് അതിന്റെ സെന്ററിൽ ഒരു ഹോളായിട്ടും അതിന്റെ ചുറ്റും നമുക്ക് വേറൊരു പാർട്ടായിട്ടും കിട്ടും അല്ലെ. അപ്പൊ എന്താണ്? മാസ് കൂടിയ ആൾക്കാർ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയും സെന്ററിൽ നിന്ന് ദൂരേക്ക് പോവുകയും മാസ് കുറഞ്ഞ ആൾക്കാർ സെന്ററിൽ നിൽക്കുക എന്നുള്ള പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരെണ്ണമാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്കറിയാവുന്ന എന്നാൽ നമ്മൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്. ഇതിലൊക്കെ അവർ യൂസ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റിനും, നമ്മൾ യൂറിൻ ടെസ്റ്റിന് കൊടുത്തു, ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് അല്ലെ. അവിടുത്തെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന സെൻട്രിഫ്യൂഗേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് തുടങ്ങിയവയൊക്കെ അവര് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതിനെ ഒരു പേര് പറയും. ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ആളെ ഒരു പേര് പറയും. എന്താണ് ആ പേര്? അത് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്.
അതായത് ക്വസ്റ്റ്യൻ വരിക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസോലബിൾ പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ ഓൺ ദ ബേസിസ് ഓഫ് ദർ മാസ് ഡിഫറൻസ് ഡാഷ് ഇസ് യൂസ്ഡ്. എന്താണ് യൂസ് ചെയ്യുന്നത്? എന്താണ് യൂസ് ചെയ്യുന്നത്? ആ പ്രോസസ്സാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്താ പറയുക? ആർക്കെങ്കിലും അറിയോ? ആ പ്രോസസ്സ് സെൻട്രിഫ്യൂഗേഷൻ ആണ്. എന്തുപയോഗിച്ചിട്ടാണ് നമ്മളത് സെപ്പറേറ്റ് ചെയ്യാന്ന്? സെൻട്രിഫ്യൂജ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ നമ്മള് എന്ത് ചെയ്തു? കെമിസ്ട്രിയുടെ 2 ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്. അങ്ങനെ 2 ക്ലാസ്സുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഇപ്പൊ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു വരാം. ഇവിടെ നമുക്ക് നമ്മൾ എന്താണ് സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫിൽട്രേഷൻ എന്നുള്ളത് നോക്കി അല്ലെ? ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പറയുന്നത് പോലെ എന്താണ്, ഒരു ലിക്വിഡിൽ നിന്നും സോളിഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോമൺ മെത്തേഡാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈസേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, ക്രിസ്റ്റൽസ് ആയിട്ട് സോളിഡ് മിക്സ്ചറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം അതിനെ ചൂടാക്കും, അതിനുശേഷം കണ്ടൻസ് ചെയ്യും, എന്നിട്ട് ഒരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുകയും ആ മെത്തേഡ് വഴി മിക്സ്ചേഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്രിസ്റ്റലൈസേഷൻ. ഇനി ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫറൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ലിക്വിഡ് മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ വരുന്ന ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സ് അവർ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ സെപ്പറേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്രൂഡ് ഓയിലിന്റെ ആ ഒരു സെപ്പറേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ഇനി ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ കളേർഡ് പിഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രൊമാറ്റോഗ്രഫി എന്നുള്ള പ്രോസസ്സ്. സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു അടിഞ്ഞു കൂടുക എന്ന് പറയും അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം, ആ മിക്സ്ചറിനെ നമ്മൾ അനക്കാണ്ട് കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ ഹെവിയർ മാസ് ഉള്ള ആൾക്കാർ താഴെ വന്ന് എന്ത് സംഭവിക്കും? താഴെ വന്ന് സെഡിമെന്റ് ആവും. വിഷ്ണു ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ മാസ് കൂടുതലുള്ള ആൾക്കാർ താഴെ വന്ന് സെഡിമെന്റ് ആയി നിൽക്കും. അപ്പൊ അതിനെയാണ് സെഡിമെന്റ് എന്ന് പറയുന്നത്. അതേസമയം അതിന്റെ മേലെയുള്ള ആ ലിക്വിഡ് പാർട്ടിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ സബ്ലൈം പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ, അതായത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നുള്ള ആ ഫോം അല്ലാണ്ട് സോളിഡ് ടു ഗ്യാസ് എന്നുള്ള ഡയറക്റ്റ് ഫോമിലേക്ക് പോവുക. അപ്പൊ ഇത്തരത്തിലുള്ള 2 വസ്തുക്കൾ തമ്മിൽ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്ലിമേഷൻ എന്നുള്ള പ്രോസസ്സ് യൂസ് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ഇമ്പ്യൂരിറ്റീസ് എന്താവും, അല്ലെങ്കിൽ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് സോളിഡിൽ നിന്നും ലിക്വിഡ് ആയിട്ട് മാറും. മറ്റേത് എന്താണ്, സോളിഡിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് ഇതിൽ നിന്നും സെപ്പറേറ്റ് ആയി പോവുകയും ചെയ്യും. അതാണ് സബ്ലിമേഷൻ. ഇനി സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? മാസ് ഡിഫറൻസിനെ ബേസ് ചെയ്തുകൊണ്ട്, ഓക്കെ, മാസിന്റെ ആ ഒരു ഡിഫറൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഹയർ മാസ് ഉള്ള, നമ്മളിങ്ങനെ നല്ല സ്പീഡിൽ കറക്കുന്ന സമയത്ത് ഹയർ മാസ് ഉള്ള ആൾക്കാർ സെൻട്രലിൽ നിന്നും ദൂരേക്ക് പോവുകയും ലോവർ മാസ് ഉള്ള ആൾക്കാർ സെൻട്രൽ തന്നെ നിൽക്കുകയും ചെയ്യും. ആ രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് സെൻട്രിഫ്യൂഗേഷൻ. മനസ്സിലായോ? ക്ലിയർ ആണോ? സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സിലെ 8 മെത്തേഡുകളും ഓക്കെ ആണോ? ക്ലാസ് കാണുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? കുറെ പേരൊക്കെ സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്ന് കാണുന്നുണ്ട്, അതെനിക്കറിയാം. എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നമുക്കും എന്താണ്, എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് എനിക്കും കൂടെ ഒന്ന് കൺഫേം ചെയ്തെടുക്കാനായിട്ടാണ്. ഓക്കെ, ഇനി അവിടെ ആരോ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യണത്? കോമ്പൗണ്ട് ഫോം ചെയ്യണത് അല്ലെ? കെമിസ്ട്രിയിൽ ടോട്ടൽ എത്ര ടോപ്പിക്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ കെമിസ്ട്രിയിൽ 10-25ഓളം ടോപ്പിക്കുകൾ ഉണ്ട്. എലമെന്റ്സ്
കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ എലമെന്റ്സും തോന്നിയ പോലെ എന്താ പറയാ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കോമ്പൗണ്ട് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല അല്ലെ. ഓരോ എലമെന്റും ഫിക്സഡ് ആയിട്ടുള്ള പ്രപ്പോർഷൻ ബൈ മാസ്, അതായത് മാസിന്റെ പ്രപ്പോർഷൻ ആണ് നമ്മൾ അവിടെ പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്, ഇതെങ്ങനെയാണ്? ഒരു കാർബണും 2 ഓക്സിജനും കൂടെ അവിടെ വരുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, അല്ലെങ്കിൽ മാസ് ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ, ഇപ്പോ എന്താ പറയാ, ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പം വെള്ളത്തിന്റെ കേസ്, H2O എന്നുള്ള കേസ്, ഒരു മിനിറ്റ്. H2O എന്നുള്ള കേസ് നമ്മൾ എടുത്തു. H2O എന്നുള്ള കേസിൽ നമുക്ക് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 യൂണിറ്റ് ആണ് അല്ലെ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 യൂണിറ്റ്സ് ആണ് ഓക്സിജന്റെ അറ്റോമിക് മാസ് വരുന്നത്. നമ്മൾ ഇവിടെ എന്താ ചെയ്യണത്? ഹൈഡ്രജൻ എത്ര ഉണ്ട്? അപ്പൊ നമ്മളിവിടെ H2O എന്ന് കൊടുത്തു. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 2 ഉണ്ട്. സോ 2 into 1. ഓക്സിജൻ ഒരെണ്ണമാണ്, സോ 16 എന്ന് എടുത്തു. അപ്പൊ എന്ത് വന്നു? 2:16. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 1ഉം ഇവിടെ 8ഉം. ആ മാസ് ആണ് ഈ കാണുന്നത്. അതായത് ഒരു കോമ്പൗണ്ടിനകത്ത് കാണുന്ന എലമെന്റ്സിന്റെ മാസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മാസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ പ്രപ്പോർഷൻ, ഈ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിട്ട് തന്നെ ഇരിക്കണം. സെയിം ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പം ഓക്സിജൻ അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും എപ്പോഴും 1:8 റേഷ്യോയിൽ കമ്പൈൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ എന്ത് ലഭിക്കുന്നത്? വാട്ടർ എന്നുള്ള കോമ്പൗണ്ട് നമുക്ക് അവിടെ ഫോം ചെയ്യണത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ആരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? വിഷ്ണു, അങ്ങനെ ആരോ ആണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചത്. മനസ്സിലായോ വിഷ്ണു? ക്ലിയർ ആണോ? ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ മനസ്സിലായി. ഓക്കെ, ഇനി ഡൗട്ട് ചോദിച്ചവരെല്ലാം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവോ? കാരണം നിങ്ങളുടെ ചാറ്റ് എൻ്റെ ഇത് പോയി. ഞാനിപ്പോ ഒന്ന് പുറത്തു പോയി, ഐ മീൻസ് ക്ലാസ്സിൽ നിന്ന് പോയി തിരിച്ചു വന്നാണ്, എൻ്റെ ഇത് പോയി. അപ്പൊ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഇനിയുമില്ലേ? ഫെർമിയോണിക് കോൺസ്റ്റന്റ് അതൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? ഫെർമിയോണിക്കിന്റെ കേസ് അതാണോ ഉദ്ദേശിച്ചത്? അതാണോ വിഷ്ണു ഉദ്ദേശിച്ചത്? അങ്ങനെ ഉണ്ട്. പക്ഷെ എന്താ പറയാ, അത് നമുക്ക് അങ്ങോട്ടേക്ക് എന്താ പറയാ അത്രയും കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാത്തത് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നതാണ്. അങ്ങനത്തെ കുറച്ചെണ്ണവും കൂടെ ഉണ്ട്. അതായത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഞാനത് പറയാം. ഓക്കെ, പറഞ്ഞത് നന്നായി. ഫെർമിയോണിക് കണ്ടൻസേറ്റ്, പിന്നെ അതുപോലെ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഓക്കെ, ആഡ് ചെയ്യാം കേട്ടോ വിഷ്ണു. ഞാൻ ഉറപ്പായിട്ടും ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോ ഇത് ജസ്റ്റ് ഇവിടെ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അതുകൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്തായാലും അത് ആദ്യം പറഞ്ഞു തന്നിട്ട് ബാക്കിയുള്ള ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് ഒരു നോട്ടായിട്ട് തന്നെ ഞാൻ എടുത്തിട്ട് അതുകൂടെ പറഞ്ഞു തരാം. ഓക്കെ, അതായിരിക്കും ബെറ്റർ. അല്ലാണ്ട് ഇവിടെ ഞാൻ വെറുതെ എന്തെങ്കിലും നോട്ട്സ് ഇല്ലാണ്ട് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തന്നാല് എനിക്കും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ആ ക്ലാസ്സിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത കെമിസ്ട്രി ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ അത് ക്ലിയർ ചെയ്തിട്ട് പോവാം. ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഞാൻ നോക്കട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഈ ജാൻ ടെല്ലർ എന്നുള്ളതൊക്കെ ഞാൻ എവിടേക്കോ ക്വസ്റ്റ്യൻസിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ഏതൊക്കെയോ ലൈവിൽ ഡിസ്കസും ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മിപ്പിച്ചത് നന്നായി. അപ്പൊ ഞാൻ എന്തായാലും അതും കൂടെ ഒന്ന് നോക്കി ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കട്ടെ, എന്തൊക്കെയാണ് കുറച്ചുകൂടെ ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കുറച്ച് ഒരു ചെറിയ ഭാഗം എന്തായാലും ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഡൺ. അപ്പൊ അത് ഓക്കെ ആയി. ഇനി എന്തേലും ഉണ്ടോ ഡൗട്ട്? ഇനി എന്തേലും ഡൗട്ട് ഉണ്ടോ? ആരുടെയും ഡൗട്ട് ഞാൻ
ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലാത്ത ആ ഒരു ലൈവ് സെഷൻ അല്ലാണ്ട് ഈ ഒരു ക്ലാസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇപ്പം എന്റെ ക്ലാസ്സിൽ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇല്ലാണ്ട് പോകണം എന്നുള്ള 1-2 കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറയുന്നത് സ്പീഡിൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് നോട്ട്സ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ നോട്ട്സ് എഴുതുക എന്നുള്ളത് ഒരു കാര്യം, നോട്ട്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, സ്പീഡ് കൂടുതലാണോ കുറവാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ എന്തുണ്ടെങ്കിലും ചോദിക്കാനായിട്ട് മടി വിചാരിക്കരുത്. ഇപ്പം ഇതില് കുറെ പേരൊക്കെ നമുക്ക് എന്താ പറയാ, ഓൾറെഡി നോട്ട് ഉള്ളതുകൊണ്ട് സീനില്ല. യെസ്, അത് ശരിയാണ്. നമുക്ക് ഓൾറെഡി കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോട്ട്സ് ഉണ്ടാവും, അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഇൻ കേസ് ഇനി അങ്ങനെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പക്ഷെ അത് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത് കേട്ടോ, നോട്ട്സ് എഴുതാതെ ഇരിക്കരുത്. ആ നോട്ട്സ് എടുത്ത് കയ്യിൽ വെക്കുക. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഇവിടെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലൈവ് ആയതുകൊണ്ട് ചിലപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ കിട്ടും. ഓക്കെ, കാരണം ഇപ്പൊ നടന്നിട്ടുള്ള എക്സാമുകളെ ബേസ് ചെയ്തുകൊണ്ടും ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില പോയിന്റ്സ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പറയാൻ സാധ്യതയുണ്ട്, എക്സ്ട്രാ ആഡ് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ ആ നോട്ട്സ് കയ്യിൽ വെച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒക്കെ മിക്സ് പുതുതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ആദ്യത്തെ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.